Good morning. Good morning. ഷാരോൺ, ജാസ്മിൻ, തുഷാര, നിങ്ങൾ മൂന്നുപേരാണ് ഉണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ ക്ലാസ്സില്? ചിന്നു ഉണ്ടായിരുന്നില്ല? ഇല്ല. ഇല്ല അല്ലേ? ഓക്കെ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തൊക്കെ വായിച്ചു നോക്കിയായിരുന്നോ? റീഡ് ചെയ്തോ പർച്ചേസിംഗ് പ്രൊസീജിയർ? ഓക്കെ. അവരെന്തേ ലെഫ്റ്റ് ആയി പോയോ? നമ്മൾ പർച്ചേസിംഗ് പ്രൊസീജിയർ വരെയായിരുന്നു നമ്മൾ പറഞ്ഞത് അല്ലെ? പർച്ചേസിംഗ് പ്രൊസീജിയർ. അപ്പൊ അതില് 6 സ്റ്റെപ്പ് ഉണ്ട്. ഏതൊക്കെയായിരുന്നു? Purchase inquiry, quotation from supplier to the purchase department, comparative statement and compare different quotations, compare purchase order. Purchase order കൊടുക്കും. പിന്നെ invoice or bill. Okay. Purchase requisition received from user department to dash. What കൊടുക്കുന്നേ? Purchase requisition. Purchasing department. Okay. User departmentil നിന്ന് purchasing departmentലേക്ക് purchase requisition കൊടുക്കുന്നു. പിന്നെ purchase inquiry നടത്തുന്നു. From purchase department to the ഇങ്ങോട്ടാ എൻക്വയറി കൊടുക്കുന്നത്? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സപ്ലയറിലേക്ക്. ഏത് സപ്ലയർ ഏതാണെന്നുള്ള സപ്ലയറിന് ഒരു എൻക്വയറി കൊടുക്കുന്നു. പിന്നെ കൊട്ടേഷൻ, സപ്ലയറിൽ നിന്ന് കൊട്ടേഷൻ വാങ്ങുന്നു. ആ കൊട്ടേഷൻസ് ഡിഫറെന്റ് കൊട്ടേഷൻസ് കമ്പയർ ചെയ്യുന്നു. പിന്നെ പർച്ചേസ് ഓർഡർ കൊടുക്കുന്നു അല്ലെ? പർച്ചേസ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? പർച്ചേസ് ഓർഡർ ലീഗൽ ഡോക്യുമെന്റ് ബിറ്റ്വീൻ purchase department and the supplier. ഓക്കെ. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റും സപ്ലയറും തമ്മിലുള്ള ആ ഒരു ലീഗൽ ഡോക്യുമെന്റിനെയാണ് പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇൻവോയ്സ് ഓർ ബിൽ. ആരാ ഹു ക്രിയേറ്റ് ഇൻവോയ്സ്? ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ആരാ? സപ്ലയർ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇൻവോയ്സ് അല്ലെങ്കിൽ ബിൽ എന്ന് പറഞ്ഞത്. ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് നോക്കാം. അപ്പൊ ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് ഇൻവോയ്സ് ഓർ ബില്ല്. ദ ഇൻവോയ്സ് ഈസ് ക്രിയേറ്റഡ് ബൈ ദ സപ്ലയർ ആൻഡ് ഷോസ് എന്താ കാണിക്കുന്നത്? ഹൗ മച്ച് ദ ബയർ റിക്വയർ ടു പേ ഫോർ ഗുഡ്സ് ബോട്ട് ഫ്രം ദ സപ്ലയർ. സപ്ലയറിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങൾക്ക് എത്രമാത്രം പൈസ, നമ്മൾ എത്രമാത്രം വാങ്ങുന്ന ഗുഡ്സിന് എത്രമാത്രം പേ ചെയ്യണം എന്ന് കാണിക്കുന്നതാണ് ഈ ഇൻവോയ്സ് അല്ലെങ്കിൽ ബിൽ എന്ന് പറയുന്നത്. ഗിവൺ ബൈ ദ സപ്ലയർ ടു ദ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്. ഇങ്ങോട്ടാ സപ്ലയറിൽ നിന്ന് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കുന്നതാണ്. വെൻ ദ ഐറ്റം ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ്. ഐറ്റം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഐറ്റംസ്, ഗുഡ്സ്, സർവീസുകളൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് സപ്ലയർ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കുന്നതാണ് ഇൻവോയ്സ് അല്ലെങ്കിൽ ബിൽ എന്ന് പറയുന്നത്. The bills are cleared by the finance or account department. ബില്ലുകൾ ആരാ ക്ലിയർ ചെയ്യുന്നത്? ഫിനാൻസ് അല്ലെങ്കിൽ അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റ് ബില്ല് ക്ലിയർ ചെയ്യും. ഓക്കെ. അത്രയാണ് നമ്മൾ പറയുന്നത്. ഇനി നെക്സ്റ്റ് നോക്കാം. എൻറ്റയർ പർച്ചേസിംഗ് പ്രൊസീജിയർ ഡിവൈഡ് ഇൻടു 3. മൊത്തത്തില് പർച്ചേസിംഗ് പ്രൊസീജിയറിനെ നമുക്ക് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. പ്രീ പർച്ചേസ് സിസ്റ്റം, പർച്ചേസിന് മുന്നുള്ളത് അതാണ് പ്രീ പർച്ചേസ് സിസ്റ്റം. ഓർഡറിംഗ് സിസ്റ്റം മൂന്നാമത്തെയാണ്. പോസ്റ്റ് പർച്ചേസിംഗ് സിസ്റ്റം, പർച്ചേസിന് ശേഷമുള്ളത് പോസ്റ്റ് പർച്ചേസിംഗ് സിസ്റ്റം. അപ്പൊ മൊത്തത്തില് പർച്ചേസിംഗ് പ്രൊസീജിയറിനെ നമുക്ക് എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യാം? 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. വിച്ച് ആർ ദേ? പ്രീ പർച്ചേസ് സിസ്റ്റം, ordering system, post purchasing system. Post purchasing system. ഇപ്പോൾ നോക്കാം. പ്രീ പർച്ചേസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരും അതിനകത്ത്? പർച്ചേസ് റിക്വസിഷൻ,
പർച്ചേസ് റിക്വസിഷൻ വരും, പർച്ചേസ് എൻക്വയറി, റിസീവിംഗ് ദ കൊട്ടേഷൻ റിസീവ് ചെയ്യുന്നത് ആൻഡ് കമ്പാരറ്റീവ് സ്റ്റേറ്റ്മെന്റ്, കൊട്ടേഷൻസ് കമ്പയർ ചെയ്യുന്നത്. ഇതൊക്കെ പർച്ചേസിന് മുന്നേ വരുന്ന കാര്യങ്ങളാണ്. പർച്ചേസ് റിക്വസിഷൻ, പർച്ചേസ് എൻക്വയറി, റിസീവിംഗ് ദ കൊട്ടേഷൻസ് ആൻഡ് കമ്പാരറ്റീവ് സ്റ്റേറ്റ്മെന്റ്, ആ കൊട്ടേഷൻസ് കമ്പയർ ചെയ്യുന്നു. ഇനി അടുത്തതാണ് ഓർഡറിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. പ്രിപ്പറേഷൻ ഓഫ് പർച്ചേസ് ഓർഡർ ആൻഡ് ഫോളോ അപ്പ്. ഓക്കെ, പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യുന്നു. ആണ് ഏത് വേണം പർച്ചേസ് ചെയ്യണം എന്നുള്ളത്, ആ ഒരു പർച്ചേസ് ചെയ്യാനുള്ള ഓർഡർ പ്രിപ്പയർ ചെയ്യുന്നു. അതാണ് ഓർഡറിംഗ് സിസ്റ്റത്തിൽ വരുന്നത്. പ്രിപ്പറേഷൻ ഓഫ് പർച്ചേസ് ഓർഡർ ആൻഡ് ഫോളോ അപ്പ്. നെക്സ്റ്റ് ആണ് പോസ്റ്റ് പർച്ചേസിംഗ് സിസ്റ്റം. പോസ്റ്റ് പർച്ചേസ് കഴിഞ്ഞതിന് ശേഷമുള്ള റിസീവിംഗ് ഓഫ് മെറ്റീരിയൽ, ഇൻസ്പെക്ഷൻ ആൻഡ് പേയ്മെന്റ് ഓഫ് ബിൽ. ഇപ്പൊ പോസ്റ്റ് പർച്ചേസിംഗ് സിസ്റ്റത്തിൽ വരുന്ന ഏതൊക്കെയാ? റിസീവിംഗ് ഓഫ് മെറ്റീരിയൽ റിസീവ് ചെയ്യുന്നു, അതിന്റെ ഇൻസ്പെക്ഷൻ നടത്തുന്നു, ഇൻസ്പെക്ഷൻ ആൻഡ് പേയ്മെന്റ് ഓഫ് ദ ബിൽ, ബില്ല് പേ ചെയ്യുന്നു. ഇതൊക്കെ പോസ്റ്റ് പർച്ചേസിംഗ് സിസ്റ്റത്തിലാണ്. അപ്പൊ അതിനകത്ത് ചോദിക്കാം കേട്ടോ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ പോസ്റ്റ് പർച്ചേസിംഗ് സിസ്റ്റം അല്ലെങ്കിൽ പ്രീ പർച്ചേസിംഗ് സിസ്റ്റം. അപ്പൊ ഏതൊക്കെയാണ് അതിനകത്ത് വരുന്നതെന്ന് ഒന്ന് നോക്കണം. ഓക്കെ, പോസ്റ്റ് പർച്ചേസിംഗ് സിസ്റ്റത്തിലായിരിക്കും വരുന്നേ. ഷാരോൺ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന ഏതൊക്കെയാ പോസ്റ്റ് പർച്ചേസിംഗ് സിസ്റ്റം? മെറ്റീരിയൽ ഇൻസ്പെക്ഷൻ, receiving of material, inspections and payment of bills. Okay, and payment of bills. Okay, Jasmine, pre-purchase systemത്തിൽ വരുന്ന ഏതൊക്കെയാ? Purchase requisition, purchase inquiry, reserving the quotation and comparative statement. Okay, ഷാരോൺ പറഞ്ഞല്ലോ. നീ തുഷാര, ഓർഡറിംഗ് സിസ്റ്റത്തിൽ എന്താ ചെയ്യുന്നേ? Preparation of purchase order and ഫോളോ അപ്പ് അല്ലെ, പർച്ചേസ് ഓർഡർ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് ഓർഡറിംഗ് സിസ്റ്റത്തിലാണ് വരുന്നത്. ഇത് നോക്കാം, ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ്. എന്താ ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ? നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ക്യാപിറ്റൽ എക്യുപ്മെന്റ് ഒരു ഹോസ്പിറ്റലിലെ ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? major amount. മേജർ അല്ലെ, മേജർ ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതായത് ഒരു വലിയ വില കൊടുത്ത് വാങ്ങുന്ന മെറ്റീരിയൽ ആണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ്. സ്ഥിര ആസ്തികള് ഹോസ്പിറ്റലിലെ ഒരു പ്രധാന നിക്ഷേപമാണ്, മേജർ ഇൻവെസ്റ്റ്മെന്റ് ആണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ. അത് എപ്പോഴും വാങ്ങുന്നത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വാങ്ങുന്നതല്ല, ഒരു സ്ഥിര അസേർട്ട് ആണ്, സ്ഥിര ആസ്തികളാണ് ഹോസ്പിറ്റലിലെ ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ. വളരെ വില കൊടുത്ത് വാങ്ങുന്ന കാര്യങ്ങളാണ്, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതല്ല. അതാണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ്. മേജർ ഇൻവെസ്റ്റ്മെന്റ് ഇൻ എ ഹോസ്പിറ്റൽ, ഒരു ഹോസ്പിറ്റലിലെ ഒരു മേജർ ഇൻവെസ്റ്റ്മെന്റ് ആണ്, പ്രധാന നിക്ഷേപമാണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. നോട്ട് റിപ്പീറ്റേറ്റീവ് പർച്ചേസ്, അതാണ് അത് ആവർത്തിക്കാത്തതാണ്, അതായത് എപ്പോഴെപ്പോഴും വാങ്ങുന്നതല്ല. നോൺ റിപ്പീറ്റേറ്റീവ് പർച്ചേസ്, റിപ്പീറ്റ് ചെയ്യുന്നതല്ല, ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത് വാങ്ങുന്നതല്ല. ഇൻക്ലൂഡ്സ് ദ മേജർ ഓപ്പറേഷൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ, എന്നാണ് ആശുപത്രിയുടെ പ്രധാന പ്രവർത്തനങ്ങൾ, മേജർ ഓപ്പറേഷൻസ് ഒക്കെ ഇതിനകത്ത് വരുന്നതാണ്. ഇൻക്ലൂഡ്സ് ദ മേജർ ഓപ്പറേഷൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ, ഒരു ഹോസ്പിറ്റലിലെ പ്രധാന പ്രവർത്തനങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. In the case of finance or accounting terms, capital equipment is called fixed asset. ഒരു സ്ഥിര ആസ്തികൾ എന്ന് പറയാം. ഫിനാൻഷ്യൽ അല്ലെങ്കിൽ അക്കൗണ്ടിങ് ടേംസിൽ നമ്മൾ ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ക്യാപിറ്റൽ എക്യുപ്മെന്റ് ഈസ് കോൾഡ് ഫിക്സ്ഡ് അസെറ്റ്. സ്ഥിര ആസ്തികളാണ് ഈ ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. In the case of financial or accounting terms, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ടേംസിൽ നമ്മൾ പറയുകയാണെങ്കിൽ ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് അസെറ്റ് ആണ്. ഇനി നോക്കിയേ, ഹോസ്പിറ്റൽ എക്യുപ്മെന്റ് മാനേജ്മെന്റ് കൺസിസ്റ്റ് ഓഫ് 5 പോയിന്റ്സ്. ഹോസ്പിറ്റൽ എക്യുപ്മെന്റ് മാനേജ്മെന്റിനെ നമുക്ക് 5 പോയിന്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഏതൊക്കെയാ? പ്ലാനിങ് ഫോർ ദ എക്യുപ്മെന്റ്. ഫസ്റ്റ് എന്താ? ഒരു എക്യുപ്മെന്റ് അതിന്റെ പ്ലാനിങ് ആണ് ഫസ്റ്റ് വരുന്നത്. പ്ലാനിങ് ഫോർ ദ എക്യുപ്മെന്റ്, എക്യുപ്മെന്റിനായിട്ടുള്ള പ്ലാനിങ്, ഒരു ഉപകരണങ്ങൾ മേടിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു പ്ലാനിങ് ഫോർ ദ എക്യുപ്മെന്റിനായിട്ടുള്ള പ്ലാനിങ്. പർച്ചേസിംഗ് ഓഫ് എക്യുപ്മെന്റ്, രണ്ടാമത്തെ എന്താ? പർച്ചേസിംഗ്, വാങ്ങുന്നു, എക്യുപ്മെന്റ് വാങ്ങുന്നു. ഫസ്റ്റ് പ്ലാനിങ് ആണ്, എക്യുപ്മെന്റിനായിട്ടുള്ള ഒരു പ്ലാനിങ്. രണ്ടാമത്തെ പർച്ചേസിംഗ് ഓഫ് എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യുന്നു.
മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെന്റ്സ്. അടുത്തത് മെയിൻ്റനൻസ്, ഉപകരണങ്ങളുടെ മെയിൻ്റനൻസ്, പരിപാലനം ചെയ്യുന്നു, മെയിൻ്റനൻസ് ചെയ്യുന്നു, മെയിൻ്റനൻസ് നിലനിർത്തുന്നു, പരിപാലിക്കുന്നു എന്നുള്ള മീനിങ്. മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെന്റ്. നെക്സ്റ്റ് ഫോർത്ത് വൺ, യൂട്ടിലൈസേഷൻ ഓഫ് എക്യുപ്മെന്റ്. എക്യുപ്മെന്റ് യൂട്ടിലൈസ് ചെയ്യുന്നു, അത് ഉപകരണങ്ങളുടെ ഉപയോഗം, യൂട്ടിലൈസേഷൻ ഓഫ് എക്യുപ്മെന്റ്. നെക്സ്റ്റ് ഫിഫ്ത് വൺ ആണ് ഡിസ്കാർഡിംഗ് ഓഫ് എക്യുപ്മെന്റ്. ഉപകരണങ്ങളുടെ ഡിസ്കാർഡിംഗ്, നിരസിക്കല്. ഇതെല്ലാം ഹോസ്പിറ്റൽ എക്യുപ്മെന്റ് മാനേജ്മെന്റിൽ വരുന്നതാണ്. ഏതൊക്കെയാ അതിനകത്ത് വരുന്നത്? ഹോസ്പിറ്റൽ എക്യുപ്മെന്റ് മാനേജ്മെന്റിൽ വരുന്ന 5 പോയിന്റ്സ് ഏതൊക്കെയാ? പ്ലാനിങ് ഓഫ് ഫോർ ദ എക്യുപ്മെന്റിനായിട്ടുള്ള പ്ലാനിങ്, പിന്നെ purchasing of equipment, പർച്ചേസിംഗ് ഓഫ് എക്യുപ്മെന്റ്, maintenance of equipment, മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെന്റ്, utilization of equipment, ഓക്കെ, യൂട്ടിലൈസേഷൻ ഓഫ് എക്യുപ്മെന്റ്, discarding of equipment. ഡിസ്കാർഡിംഗ്, എക്യുപ്മെന്റ്സിനെ നിരസിക്കല്. ഓക്കെ, ഡിസ്കാർഡിംഗ് ഓഫ് എക്യുപ്മെന്റ്. ഇനി അടുത്തത് ഇത് ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ പഠിക്കാണ്ട്. പ്ലാനിങ്, ഫസ്റ്റത്തെ ഏതാ? പ്ലാനിങ് ദ എക്യുപ്മെന്റ്, എക്യുപ്മെന്റിനായിട്ടുള്ള പ്ലാനിങ്. അതിനകത്ത് വരുന്ന ഏതൊക്കെയാ? പ്ലാനിങ് the equipment. To choose the alternative and select the best one. Important point is felt needed. അത് വേണ്ട കേട്ടോ, ആ ഒരു ഇത് വെട്ടിക്കളഞ്ഞേരെ. ഫസ്റ്റത്തെ ആ ഒരു സെന്റൻസ് മാത്രം മതി. ടു ചൂസ് ദ ഓൾട്ടർനേറ്റീവ് ആൻഡ് സെലക്ടഡ് ദ ബെസ്റ്റ് വൺ. ഇപ്പൊ എന്താ? പ്ലാനിങ് ഫോർ ദ എക്യുപ്മെന്റ്, എക്യുപ്മെന്റിനായിട്ടുള്ള പ്ലാനിങ്. അതിലെന്താ ചെയ്യുന്നത്? ഓൾട്ടർനേറ്റീവ്സ്, ഇതിൽ നിന്ന് പല മാർഗങ്ങളിലൂടെ നമ്മൾ സെലക്ട് ദ ബെസ്റ്റ് വൺ, ഏറ്റവും നല്ലത് സെലക്ട് ചെയ്യുന്നു. ടു ചൂസ് ദ ഓൾട്ടർനേറ്റീവ്സ് ആൻഡ് സെലക്ട് ദ ബെസ്റ്റ് വൺ. പല മാർഗങ്ങളിലൂടെ നമ്മൾ ഓൾട്ടർനേറ്റീവ്, നമ്മൾ എന്താ പറയാ, ഏറ്റവും നല്ലത് ഏതാണെന്നുള്ളത്, ഏറ്റവും ബെസ്റ്റ് വൺ ആയിട്ടുള്ളത് സെലക്ട് ചെയ്യുന്നു. ഇനി രണ്ടാമത്തെ നോക്കിയാൽ പർച്ചേസിങ് ആൻഡ് എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യുന്നത്. അതിന് നമുക്ക് 9 steps ആ പറയുന്നത്. 9 major steps for purchasing a capital equipment. ഒരു ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യുന്നതിന് 9 സ്റ്റെപ്പുകളാണ് പറയുന്നത്. അതിനകത്ത് ഓരോന്നും നോക്കിയേ. ടു ഫോർകാസ്റ്റ് ദ ഡിമാൻഡ്. അപ്പൊ ആദ്യം നമ്മൾ ഈ ക്യാപിറ്റൽ എക്യുപ്മെന്റ്, അത് നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റലിലെ ഫിക്സ്ഡ് അസേർട്ട് ആണ്, ഒരു സ്ഥിര ആസ്തികളാണ്, വില കൊടുത്ത് വാങ്ങുന്ന എക്യുപ്മെന്റുകളാണ് ഈ ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ച് സ്റ്റെപ്സുകൾ ഉണ്ട്, ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൽ 9 steps ആണ് നമുക്ക് പഠിക്കാനുള്ളത്. നോക്കി, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ടു ഫോർകാസ്റ്റ് ദ ഡിമാൻഡ്. ഫോർകാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഫോർകാസ്റ്റ്, മുൻകൂട്ടി കാണുക. ഡിമാൻഡ് എന്താണ് എന്നുള്ളത് നമ്മൾ മുൻകൂട്ടി കാണണം. ഫസ്റ്റ് വൺ പറയുന്നത്. ഓക്കെ, മേജർ സ്റ്റെപ്സ് ഫോർ പർച്ചേസിങ് എ ക്യാപിറ്റൽ എക്യുപ്മെന്റ്. ഒരു ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യുന്നതിനുള്ള 9 സ്റ്റെപ്പുകളാണ്. ഫസ്റ്റ് വൺ ആണ് ടു ഫോർകാസ്റ്റ് ദ ഡിമാൻഡ്. അതിന്റെ ഡിമാൻഡ് എന്താണ് അത് മുൻകൂട്ടി കാണുക, മുൻവിധിക്കുക, ഫോർകാസ്റ്റ് ചെയ്യുക. ഇനി സെക്കൻഡ് പോയിന്റിൽ സോഴ്സ് ഓഫ് ഫണ്ട്. അതിന്റെ ഒരു സോഴ്സ് വേണ്ടേ? അതാവുന്ന മേടിക്കാനുള്ള സോഴ്സ് വേണം. സോഴ്സ് ഓഫ് ഫണ്ട് എന്ന് വേണം. ലോൺ ആണോ, ഡിസ്ക്രിപ്ഷൻ ഫണ്ട് ആണോ, പിന്നെ അതുപോലെ തന്നെ ഹോസ്പിറ്റൽ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആണോ. ഡിസ്ക്രിപ്ഷൻ ഫണ്ട് എന്ന് പറഞ്ഞാലേ ഒരു അസറ്റ്, ഒരു എന്താ ക്യാപിറ്റൽ എക്യുപ്മെന്റ്, ഒരു ആസ്തികൾ വാങ്ങാൻ കമ്പനിക്ക് ലഭ്യമാകുന്ന തുകയാണ് ഡിസ്ക്രിപ്ഷൻ ഫണ്ട് എന്ന് പറയുന്നത്, ഡിപ്രീസിയേഷൻ ഫണ്ട് എന്ന് പറയുന്നത്. ഡിപ്രീസിയേഷൻ ഫണ്ട് ആണ് കേട്ടോ. ആൻഡ് എമൗണ്ട് ഓഫ് മണി ദാറ്റ് എ കമ്പനി ഹാസ് അവൈലബിൾ ടു ബൈ ന്യൂ അസറ്റ്. ഒരു പുതിയ ആസ്തികൾ വാങ്ങാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് ലഭ്യമാകുന്ന തുകയാണ് ഡിപ്രീസിയേഷൻ ഫണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് എമൗണ്ട് ഓഫ് മണി, വേണമെങ്കിൽ അതിന്റെ മുകളിൽ ഒന്ന് എഴുതി വെച്ചോ. ആൻഡ് എമൗണ്ട് ഓഫ് മണി that a company has available, available to buy new asset, ASSETS,
പുതിയ ആസ്തികൾ വാങ്ങാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് ലഭ്യമാകുന്ന തുകയാണ് ഡിപ്രീസിയേഷൻ ഫണ്ട് എന്ന് പറയുന്നത്. അപ്പൊ സോഴ്സ് ഓഫ് ഫണ്ട് നമ്മൾ വേണം. ലോൺ ആണോ, ഡിപ്രീസിയേഷൻ ഫണ്ട് ആണോ, ഹോസ്പിറ്റൽ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്, ഹോസ്പിറ്റലിൽ അക്യുമുലേറ്റ് ചെയ്ത് അടിഞ്ഞുകൂടിയിട്ടുള്ള ലാഭം അതാണോ, ആശുപത്രി സംഭരിക്കുന്ന, ആശുപത്രി സ്റ്റോർ ചെയ്യുന്ന പ്രോഫിറ്റ് ലാഭം, സ്പെസിഫിക് പർപ്പസ് ഫണ്ട്, ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ട്, ഇതൊക്കെ ആകാം സോഴ്സ് ഓഫ് ഫണ്ട് എന്ന് പറയുന്നത്. ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ട്. ഓക്കെ, സോഴ്സ് ഓഫ് ഫണ്ട്. പിന്നെ അടുത്താണ് ഡിസിഷൻ മേക്കേഴ്സ്, തീരുമാനം എടുക്കാനായിട്ടുള്ളത്. ഡിസിഷൻ മേക്കേഴ്സ് ആരൊക്കെ വരുന്നത്? ടോപ്പ് മാനേജ്മെന്റ്, ഏറ്റവും ടോപ്പിലുള്ള ടോപ്പ് മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേറ്റർ, HOD. HOD ആരാ? HOD Head of the department. ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്, HOD, മെറ്റീരിയൽസ് മാനേജർ, ഫിനാൻസ് മാനേജർ, ബയോമെഡിക്കൽ എഞ്ചിനീയർ. ഇവരൊക്കെയാണ് ഡിസിഷൻ മേക്കേഴ്സ്, തീരുമാനം എടുക്കുന്നത്. ടോപ്പ് മാനേജ്മെന്റ്. അപ്പൊ ഡിസിഷൻ മേക്കേഴ്സിൽ വരുന്ന ആരൊക്കെയാ വരുന്നേ? ടോപ്പ് മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേറ്റർ, HOD, മെറ്റീരിയൽസ് മാനേജർ, ഫിനാൻസ് മാനേജർ, ബയോമെഡിക്കൽ എഞ്ചിനീയർ. ഇതൊക്കെ ഡിസിഷൻ മേക്കേഴ്സിൽ വരുന്നതാണ്. ഇനി അടുത്ത ഫോർത്ത് വൺ സപ്ലയേഴ്സ്. ആരാണ്? വിതരണക്കാര്, സപ്ലയറുകൾ. ഇനി അഞ്ചാമത്തെ പോയിന്റില് ഇൻഫർമേഷൻ ജനറേഷൻ. അതിനകത്ത് നോക്കിയ ഇൻഫർമേഷൻ ബോട്ട് ഫ്രം എക്സ്പേർട്സ് ആൻഡ് പേഴ്സൺസ് ഹു ഡീൽ വിത്ത് ഇറ്റ്. അത് കൈകാര്യം ചെയ്യുന്ന വിദഗ്ധരിൽ നിന്നും, അത് ഡീൽ ചെയ്യുന്ന ആളുകളിൽ നിന്നുള്ള ഇൻഫർമേഷൻ, കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ വിദഗ്ധരിൽ നിന്നൊക്കെ ലഭിച്ച വിവരങ്ങള്. ഇൻഫർമേഷൻ ബോട്ട് ഫ്രം എക്സ്പേർട്സ്, എക്സ്പേർട്ടിൽ നിന്നൊക്കെ ലഭിച്ച വിവരങ്ങള്, ഇൻഫർമേഷൻ. ഇതാണ് ഇൻഫർമേഷൻ ജനറേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സിക്സ്ത് പോയിന്റ്, ഈസ് ദ ഇൻസ്ട്രുമെന്റ് ഹെൽപ്ഫുൾ ടു അവർ ഇൻസ്റ്റിറ്റ്യൂഷൻ. അടുത്തപ്പോ നോക്കിയേ, ഇത് എന്താ ഇതിന്റെ ഹെഡിങ് നമ്മൾ എന്താ പറഞ്ഞത്? ഒരു ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകളാണ്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഒരു ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ സ്റ്റെപ്സുകളാണ് ചെയ്യേണ്ടത് പറഞ്ഞു വരുന്നത്. ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിലെ സ്ഥിര ആസ്തികളാണ്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ എപ്പോഴും നല്ല വിലപിടിപ്പുള്ള കാര്യങ്ങൾ എപ്പോഴും വാങ്ങാൻ പറ്റില്ല. അപ്പൊ അത് ഒരെണ്ണം വാങ്ങുന്നതിന് മുന്നേ നമ്മൾ സാധാരണ രീതിയിൽ വാങ്ങുന്ന രീതിക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ ആദ്യം കഴിഞ്ഞ് മറ്റേത് വാങ്ങാനോ ഒന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇത്രയും വില കൂടിയ കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് അത് പർച്ചേസ് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതാണ് ഈ പറഞ്ഞു വരുന്നത് കേട്ടോ. ആ പോയിന്റ്സ് ആണ് ഇനി 10 പോയിന്റ് ആയിട്ട് ഇവിടെ തന്നേക്കുന്നത്. നെക്സ്റ്റ് വൺ, ഇൻഫർമേഷൻ ജനറേഷൻ. അപ്പൊ എക്സ്പേർട്ടിൽ നിന്ന് നമുക്ക് ചോദിക്കാം, ആ മെറ്റീരിയലിനെ കുറിച്ചുള്ള കാര്യങ്ങളും എല്ലാവരും നമുക്ക് ചോദിക്കാം. ഫ്രം എക്സ്പേർട്സ്, എക്സ്പേർട്ടിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ നോക്കും. സിക്സ്ത്, ഈസ് ദ ഇൻസ്ട്രുമെന്റ് ഹെൽപ്ഫുൾ ടു അവർ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഈ ഇൻസ്ട്രുമെന്റ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന് ഹെൽപ്ഫുൾ ആണോ എന്നുള്ള കാര്യം നോക്കും, പരിഗണിക്കും. ഈസ് ദ ഇൻസ്ട്രുമെന്റ് ഹെൽപ്ഫുൾ ടു അവർ ഇൻസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന് ഈ ഇൻസ്ട്രുമെന്റ് ഹെൽപ്ഫുൾ ആണോ എന്നുള്ളത് നോക്കും. കമ്പാരിറ്റീവ് സ്റ്റഡി, എന്താണ്? താരതമ്യ പഠനം, കമ്പയറിംഗ് ദ കൊട്ടേഷൻസ്. അപ്പൊ പലരും കൊട്ടേഷൻ തന്നിട്ടുണ്ടാവും. അപ്പൊ ആ കൊട്ടേഷൻസ് ഒക്കെ കമ്പയർ ചെയ്യുന്നു, എന്നിട്ട് നമുക്ക് ഏറ്റവും സ്യൂട്ട് ആയിട്ടുള്ളത് ഏതാണോ അതാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് കമ്പയറിംഗ് ദ കൊട്ടേഷൻസ്. ഈ കൊട്ടേഷൻസ് കമ്പയർ ചെയ്യുന്നു. നെക്സ്റ്റ് 8th വൺ, ഫിനാൻഷ്യൽ ടൂൾസ്, ബഡ്ജറ്റിംഗ്, പോസ്റ്റിംഗ്. രണ്ട് ഫിനാൻഷ്യൽ ടൂൾസിൽ വരുന്ന ബഡ്ജറ്റിംഗ് നോക്കും, പോസ്റ്റിംഗ് നോക്കും. പോസ്റ്റിംഗ്. നെക്സ്റ്റ് ആണ് 9th വൺ, പർച്ചേസ് ചെയ്യും. 10th ആണ് ഇൻസ്റ്റോൾ ചെയ്യും. യന്ത്രങ്ങളെ യഥാസ്ഥാനത്ത് ഇൻസ്റ്റോൾ ചെയ്യും. AC ഫോർ സം എക്യുപ്മെന്റ് എന്നാണ് കേട്ടോ അത്. AC ഫോർ സം എക്യുപ്മെന്റ്സ്. ചില എക്യുപ്മെന്റ്സ് വെക്കുന്നെങ്കിൽ മസ്റ്റ് AC ഉണ്ടായിരിക്കണം. AC ഉള്ളിടത്ത് മാത്രമേ അത് വെക്കാൻ പറ്റുള്ളൂ. അത് പ്രോപ്പർ വർക്ക് ചെയ്യണമെങ്കിൽ AC വേണം. AC ഫോർ സം എക്യുപ്മെന്റ്. ചില എക്യുപ്മെന്റിന് വേണ്ടിയുള്ള ACകൾ. സ്പേസ് ഓഫ് റൂം, പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് ലൈക്ക് റഫ് വാൾസ് ഫോർ എക്സ്റേ റൂംസ്. നമ്മൾ പറഞ്ഞല്ലോ എക്സ്റേയുടെ റൂമിന്റെ കാര്യങ്ങളൊക്കെ. അപ്പോ ഇത് വെക്കണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് എടുക്കണം. എക്സ്റേ റൂമിൽ വെക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അത് വെക്കാനായിട്ട് അല്ലാത്ത റൂമുകളിൽ വെക്കാൻ പറ്റില്ല.
അപ്പൊ അതിന്റെ പ്രത്യേകതകൾ നോക്കണം, പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് നമ്മൾ നോക്കണം. അതിനനുസരിച്ചാണ് അത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഓരോ മെറ്റീരിയലും നമ്മൾ അത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ, അത് സ്ഥാപിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള രീതികൾ നോക്കണം അല്ലെ. ചില എക്യുപ്മെന്റ് AC ഉള്ളിടത്ത് മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് AC മസ്റ്റ് ആണ്, AC വേണം. AC ഫോർ സം എക്യുപ്മെന്റ്, സ്പേസ് ഓഫ് റൂം വേണം. പിന്നെ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് ലൈക്ക് റഫ് വാൾ ഫോർ എക്സ്റേ റൂം, എക്സ്റേ റൂമിനെ പോലെ റഫ് വാളുകൾ ഒക്കെ വേണം. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ അതിനകത്ത് വരുന്നതാണ് സ്റ്റെപ്സുകൾ. ഇത് വായിച്ചു നോക്കിയ വേഗം 10 സ്റ്റെപ്സ് ആയിട്ട് തന്നേക്കുന്നത് കേട്ടോ. 9 മേജർ സ്റ്റെപ്സ് എന്നാ പറഞ്ഞേക്കുന്നത്. ഇവിടെ 10 ആയിട്ടാ നമുക്ക് എഴുതിയേക്കുന്നത്. നമ്പർ മാറിയിട്ടൊന്നുമില്ല. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഇതൊക്കെ വെറുതെ ഇങ്ങനെ നമുക്കൊന്ന് വായിച്ചു പോകാനേ പറ്റുള്ളൂ കേട്ടോ. ഇതിന്റെ എന്തായാലും 9 മേജർ സ്റ്റെപ്സ് ആയിട്ട് ചോദിക്കൂല. ഇതിൽ നിന്ന് തന്നെയുള്ള 1 വേർഡ്സുകൾ രീതിയിലേക്കേ ചോദിക്കുള്ളൂ. ആ രീതിക്ക് നിങ്ങളുടെ ഇത്രയും ഓരോ പോയിന്റ്സും ഇങ്ങനെ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണ്ട. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് മെയിൻ്റെനൻസ് ഓഫ് എക്യുപ്മെന്റ്. എക്യുപ്മെന്റ്സിന്റെ മെയിൻ്റെനൻസ്. എന്തിനാ നമ്മൾ മെയിൻ്റെനൻസ് ചെയ്യുന്നേ? എന്തിനാ മെയിൻ്റെനൻസ് വർക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന എക്യുപ്മെന്റിന്റെ ഒക്കെ? എന്തിനാ മെയിൻ്റെനൻസ് ചെയ്യുന്നേ? എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ഡാമേജ്, അത് തന്നെ, ഡാമേജ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അത് കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് അതിന്റെ ഫംഗ്ഷനിങ്ങിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എന്തെങ്കിലും മെയിൻ്റെനൻസ് കാര്യങ്ങളുണ്ടെങ്കിൽ ചെയ്യണം. ഇപ്പൊ എന്താണെങ്കിലും നമ്മൾ വണ്ടി ആണെങ്കിലും മേടിച്ചൊക്കെ ഇടയ്ക്ക് നമ്മൾ വർക്ക്ഷോപ്പിലൊക്കെ പോയി അതിന്റെ ഇതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യും, മെയിൻ്റെനൻസ് വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്യും. എന്തുകൊണ്ടാണ് നമ്മളത് ചീത്തയാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ. അതുപോലെ എക്യുപ്മെന്റ്സും ഇടയ്ക്കിടയ്ക്ക് മെയിൻ്റെനൻസ് ചെയ്യണം. അതിന് എന്താ പറയാ, അതിന് ചീത്തയാവുന്നത്, അത് തകരുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് മെയിൻ്റെനൻസ് ചെയ്യുന്നത്. സയന്റിഫിക് അപ്രോച്ച് ടു റീസ്റ്റെയിൻ ദ ബ്രേക്ക് ഡൗൺ ഓഫ് ആൻ എക്യുപ്മെന്റ് ഈസ് കോൾഡ് മെയിൻ്റെനൻസ്. അപ്പൊ എന്താ മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞേ? സയന്റിഫിക് അപ്രോച്ച്, ഒരു ശാസ്ത്രീയമായ ഒരു അപ്രോച്ച്, സമീപനമാണ്. എന്തിനു വേണ്ടിയിട്ട്? ടു റീസ്റ്റെയിൻ ദ ബ്രേക്ക് ഡൗൺ ഓഫ് എക്യുപ്മെന്റ്. ഒരു എക്യുപ്മെന്റ് ബ്രേക്ക് ഡൗൺ ആവുന്നത്, അത് തകരുന്നത് തടയാൻ വേണ്ടി ചെയ്യുന്ന ഒരു സയന്റിഫിക് അപ്രോച്ചിനെയാണ് നമ്മൾ മെയിൻ്റെനൻസ് എന്ന് പറയുന്നത്. സയന്റിഫിക് അപ്രോച്ച് ടു റീസ്റ്റെയിൻ ദ ബ്രേക്ക് ഡൗൺ ഓഫ് ആൻ എക്യുപ്മെന്റ് ഈസ് കോൾഡ് മെയിൻ്റെനൻസ്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, അപ്പോ നമ്മൾ ഒരു എക്യുപ്മെന്റ് അത് ബ്രേക്ക് ഡൗൺ ആവുന്നത്, അത് തകരുന്നത് തടയാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു സയന്റിഫിക് അപ്രോച്ച് ആണ് മെയിൻ്റെനൻസ് എന്ന് പറയുന്നത്. There are divided into three. മെയിൻ്റെനൻസ് എക്യുപ്മെന്റ് മെയിൻ്റെനൻസിനെ നമുക്ക് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. പ്രിവെന്റീവ് ഓർ ഷെഡ്യൂൾ അനുസരിച്ച് ഡൺ പീരിയോഡിക്കലി. DONE എന്നുണ്ട് കേട്ടോ, NE എന്നുണ്ട് അവിടെ. DONE done periodically, that is once in a year or two. അപ്പൊ എങ്ങനെയാ പ്രിവെന്റീവ് എന്ന് പറഞ്ഞ എങ്ങനെയാ? അത് പ്രിവെന്റീവ് ചെയ്യാൻ, തടയാൻ വേണ്ടിയിട്ട് ഷെഡ്യൂൾഡ് ആണ്, ഒരു പ്രത്യേക ഷെഡ്യൂൾ അനുസരിച്ച് ചെയ്യുന്ന. ഡൺ പീരിയോഡിക്കലി ചെയ്യുന്നു, അല്ലെങ്കിൽ വൺസ് ഇൻ എ ഇയർ ഓർ ടു, 2 വർഷത്തിൽ കൂടുമ്പോൾ ഒരു ദിവസമോ അല്ലെങ്കിൽ വർഷത്തിൽ ഒരു പ്രാവശ്യമോ ഒക്കെ ആയിട്ട് മെയിൻ്റെനൻസ് ചെയ്യുന്നു. ഇയർ ഓർ ടു, 1 2 വർഷത്തിൽ ഒരിക്കലൊക്കെ അത് മെയിൻ്റെനൻസ് വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഡൺ പീരിയോഡിക്കലി, ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതാണ്, ഷെഡ്യൂൾഡ്. ദാറ്റ് ഈസ് വൺസ് ഇൻ എ ഇയർ ഓർ ടു, 2 3 വർഷത്തിൽ ഒരിക്കൽ ചെയ്യുന്നു. അതാണ് പ്രിവെന്റീവ് എന്ന് പറയുന്നത്. പിന്നെ അടുത്താണ് ഡിറ്റക്റ്റീവ് എന്ന് പറയുന്നത്. DETECTIVE. Done for finding a particular problem. ഒരു പ്രത്യേക പ്രശ്നം, എന്തെങ്കിലും ഡാമേജ്, എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കുന്നത് ചെയ്യുന്നതാണ് ഡിറ്റക്റ്റീവ് എന്ന് പറയുന്നത്. മറ്റേത് അങ്ങനെയല്ല.
എന്താ അത് ചീത്തയാവുമ്പോ നന്നാക്കണ അല്ലെങ്കിൽ നോക്കണ ഒരു കാര്യമല്ല പ്രിവെന്റീവ് എന്ന് പറയുന്നത്. പ്രിവെന്റീവ് തടയാൻ വേണ്ടിയാ. നമ്മൾ അത് ചീത്തയാവുന്നത് തടയാൻ വേണ്ടിയിട്ട് നമ്മൾ 2 വർഷത്തിലോ അല്ലെങ്കിൽ 2-3 വർഷത്തിലൊക്കെ ഒരിക്കൽ നമ്മൾ മെയിൻ്റെനൻസ് ചെയ്യുന്നതിനാണ് പ്രിവെന്റീവ് എന്ന് പറയുന്നത്. തടയാൻ വേണ്ടിയിട്ട്, ബ്രേക്ക് ഡൗൺ ആവുന്നത് തടയാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന. ഇത് ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൺ ഫോർ ഫൈൻഡിങ് എ പർട്ടിക്കുലർ പ്രോബ്ലം. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും, അപ്പൊ ആ ഒരു എക്യുപ്മെന്റിന് എന്തെങ്കിലും ഒരു ഡാമേജോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടാവും. അതെന്താണെന്ന് ആ പർട്ടിക്കുലർ പ്രോബ്ലം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഡിറ്റക്റ്റീവ് എന്ന് പറയുന്നത്. ഡൺ ഫോർ ഫൈൻഡിങ് എ പർട്ടിക്കുലർ പ്രോബ്ലം, ഒരു പ്രത്യേക പ്രശ്നം ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ആണ് ബ്രേക്ക് ഡൗൺ. ദ മെഷീൻ വിൽ ബ്രേക്ക് ഡൗൺ ആൻഡ് വിൽ നോട്ട് വർക്ക്. ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താ? മെഷീൻ വിൽ ബ്രേക്ക് ഡൗൺ, മെഷീൻ ബ്രേക്ക് ഡൗൺ ആവുന്നു. ആൻഡ് വിൽ നോട്ട് വർക്ക്, അതൊരിക്കലും പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. ആക്ടിവിറ്റി നോട്ട് കംപ്ലീറ്റഡ് ഹിയർ, ഇവിടെ ആ പ്രവർത്തനം ആക്ടിവിറ്റി കംപ്ലീറ്റ് ആവുന്നില്ല. ഐഡിയൽ ടൈം ആൻഡ് കോസ്റ്റ് ഹൈ. നോക്കി ഇവിടെ എങ്ങനെയാ? ടൈമും കോസ്റ്റും ഹൈ ആയിരിക്കും. മെയിൻ്റെനൻസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതലാകും പൈസയാകും അത് ബ്രേക്ക് ഡൗൺ ആയിട്ട് നന്നാക്കുന്നത്. ചീത്തയായിട്ട് നന്നാക്കുമ്പോൾ പൈസയും കൂടുതലാണ് അല്ലെ, കൂടുതൽ ടൈമും ആവശ്യമാണ്. ഐഡിയൽ ടൈം ആൻഡ് കോസ്റ്റ് ഹൈ ആയിരിക്കും ബ്രേക്ക് ഡൗണില്. അപ്പൊ അങ്ങനെ മെയിൻ്റെനൻസിൽ നമ്മൾ 3 ഡിവൈഡ് ചെയ്യുന്നത്. പ്രിവെന്റീവ് വരുന്നുണ്ട്, ഡിറ്റക്റ്റീവ് വരുന്നുണ്ട്, ബ്രേക്ക് ഡൗൺ വരുന്നുണ്ട്. പ്രിവെന്റീവ് എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് അത് ചെയ്യുന്ന കാര്യമാണ്. 2-3 വർഷത്തിൽ ഒരിക്കലും മെയിൻ്റെനൻസ് ചെയ്യുന്നു. ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രത്യേക എന്തെങ്കിലും അത് ചീത്തയായ എന്തെങ്കിലും ഒരു പ്രശ്നം, പർട്ടിക്കുലർ പ്രശ്നം, ഒരു പ്രോബ്ലം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ ചീത്തയായിട്ട് നമ്മളത് നന്നാക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത്. മെഷീൻ വിൽ ബ്രേക്ക് ഡൗൺ ആൻഡ് വിൽ നോട്ട് വർക്ക്, വർക്കാവില്ല, പ്രവർത്തിക്കുന്ന സാഹചര്യത്തിൽ ചെയ്യുന്നതാണ്. അത് എങ്ങനെയാണ്? ആക്ടിവിറ്റി നോട്ട് കംപ്ലീറ്റഡ് ഹിയർ, ഇവിടെ ആക്ടിവിറ്റി കംപ്ലീറ്റ് ആവുന്നില്ല, കൂടുതൽ ടൈം എടുക്കും, അതുപോലെ തന്നെ കോസ്റ്റ് ഹൈ ആയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഷോർട്ടേജ് ഓഫ് പ്രോപ്പർ ആൻഡ് sufficient maintenance in a hospital will finally leads to. ഇനി ഷോർട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താ? ഷോർട്ടേജ് ഷോർട്ടേജ് അതിന്റെ കുറവ് അല്ലെ. പ്രോപ്പർ ആൻഡ് സഫിഷ്യന്റ് മെയിൻ്റെനൻസ് ഇൻ എ ഹോസ്പിറ്റൽ വിൽ ഫൈനലി ലീഡ്സ് ടു. അപ്പൊ നോക്കിയേ, ഉപയോഗിക്കാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അത് സഫിഷ്യന്റ് ആയിട്ട് മെയിൻ്റെനൻസ് ചെയ്യാതിരിക്കുന്നത് എന്തൊക്കെ കാരണത്തിലേക്ക് അല്ലെങ്കിൽ എന്തിലേക്കൊക്കെ നയിക്കും എന്നാണ്. ശരിയായതും മതിയായിട്ടുള്ള ഒരു മെയിൻ്റെനൻസ് ഇല്ലെങ്കിൽ, അറ്റകുറ്റപ്പണികളുടെ അഭാവം, അതിന്റെ ഷോർട്ടേജ് എന്തിലേക്ക് ഫൈനലി ലീഡ്സ് ടു, ഈ പ്രശ്നങ്ങളിലേക്ക് നയിക്കും. നമ്മൾ പറഞ്ഞല്ലോ, ഹോസ്പിറ്റൽസിലെ എക്യുപ്മെന്റ്സുകളൊക്കെ മെറ്റീരിയൽസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് നമ്മൾ മെയിൻ്റെനൻസ് ചെയ്യണം എന്ന് പറഞ്ഞു. അത് ചെയ്യുന്ന 3 രീതികളാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇനി അത് ചെയ്തില്ലെങ്കിൽ, സഫിഷ്യന്റ് മെയിൻ്റെനൻസ് ഹോസ്പിറ്റലിൽ ചെയ്തില്ലെങ്കിൽ എന്തൊക്കെ അതിന്റെ അഭാവം എന്തൊക്കെ പ്രശ്നങ്ങളിലേക്ക് നയിക്കും, അത് എന്തൊക്കെ ഷോർട്ടേജിന് കാരണമാകും എന്നാ പറയുന്നത്. ക്ലിയർ ആവുന്നില്ലേ നിങ്ങൾക്ക്? ക്ലിയർ ആവുന്നുണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പൊ അങ്ങനെ സഫിഷ്യന്റ് ആയിട്ട് ഒരു മെറ്റീരിയൽ അത് മെയിൻ്റെനൻസ് ചെയ്തില്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ, എന്തൊക്കെ ഷോർട്ടേജിലേക്ക് ഇത് നയിക്കും, എന്തൊക്കെ പ്രശ്നത്തിന് കാരണമാകും? നോക്കിയേ, റിസ്ക് ടു സേഫ്റ്റി, സെക്യൂരിറ്റി ഓഫ് പേഷ്യന്റ് ആൻഡ് ഹൈജീൻ. കണ്ടോ, ഇനി ഒരു എക്യുപ്മെന്റ്, ഒരു മെറ്റീരിയൽ മര്യാദയ്ക്ക് മെയിൻ്റെനൻസ് വർക്കും കാര്യങ്ങളും ഒക്കെ ചെയ്തില്ലെങ്കിൽ എന്തുണ്ടാവും? റിസ്ക് ടു സേഫ്റ്റി, സെക്യൂരിറ്റി, പേഷ്യന്റിന്റെ സുരക്ഷയും സുരക്ഷിതത്വത്തിനും ഒക്കെ, ആൻഡ് ഹൈജീൻ ഒക്കെ എന്താവും? റിസ്ക് ആണ് അല്ലെ. നമ്മളിപ്പോ പ്രോപ്പർ ആയിട്ട് മെയിൻ്റെനൻസ് ചെയ്തില്ല, മെഷീൻ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല, ആ ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്ന് നമ്മൾ അതിൽ വെച്ച് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് റീഡിംഗ് അല്ല കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പേഷ്യന്റിന് റിസ്ക് ആണ്. കറക്റ്റ് ഇതല്ലല്ല കാണിക്കുന്നത്, ആ മെഷീന്റെ കംപ്ലൈന്റ് കൊണ്ടല്ലേ അങ്ങനെ വരുന്നത്. അപ്പൊ അതുകൊണ്ട് അത് പേഷ്യന്റിനെ സംബന്ധിച്ച് പ്രോപ്പർ ആയിട്ട് മെയിൻ്റെനൻസ് ചെയ്തില്ലെങ്കിൽ, മെഷീൻസ് ഒക്കെ ആക്യുറേറ്റ് അല്ലെങ്കിൽ എന്താണ്, അവർക്ക് അവരുടെ ഹൈജീനും സേഫ്റ്റിക്കും സെക്യൂരിറ്റിക്കും ഒക്കെ റിസ്ക് ഉണ്ടാവും, ദോഷമുണ്ടാകും. നെക്സ്റ്റ് നോക്കിയാൽ രണ്ടാമത്തെ പോയിന്റില് ലോസ് ഓഫ് യൂട്ടിലൈസേഷൻ ആൻഡ് റവന്യൂ വാർണിംഗ് ടു ഫെയിലിയർ, ബ്രേക്ക് ഡൗൺ ആൻഡ് ക്ലോഷർ ഓഫ് ഏരിയാസ്
of equipment for repair. അടുത്ത രണ്ടാമത്തെ നോക്കിയേ, ലോസ് ഓഫ് യൂട്ടിലൈസേഷൻ, ഉപയോഗിക്കാതിരിക്കുമ്പോഴുള്ള നഷ്ടം. ഒരു മെറ്റീരിയൽ അത് എന്തെങ്കിലും ചീത്തയായി പോയി, നമ്മളത് മെയിൻ്റനൻസ് വർക്ക് ചെയ്യുന്നില്ല, അത് ഉപയോഗിക്കാതിരിക്കുകയാണെങ്കിൽ എന്താണ്, അപ്പൊ അത് നഷ്ടം വരും. ആ ഒരു എക്യുപ്മെന്റ് പ്രവർത്തിപ്പിക്കാതിരിക്കുകയാണെങ്കിൽ എന്താ പറയാ, അതിന് നഷ്ടം വരും. ലോസ് ഓഫ് യൂട്ടിലൈസേഷൻ, ഉപയോഗിക്കാതിരിക്കുമ്പോഴുള്ള നഷ്ടം. റവന്യൂ വാർണിംഗ് ടു ഫെയിലിയർ, ഫെയിലിയർ ആയിട്ട് ആ മെഷീൻ കുറെ നാള് ഉപയോഗിക്കാതിരിക്കുമ്പോഴുള്ള നഷ്ടം വരും. ബ്രേക്ക് ഡൗൺ ആൻഡ് ക്ലോഷർ ഓഫ് ഏരിയ ഓഫ് എക്യുപ്മെന്റ് ഫോർ റിപ്പയർ, റിപ്പയറിനായിട്ടോ നന്നാക്കാനൊക്കെ വേണ്ടിയിട്ട് ആ ഏരിയ കുറച്ച് നാള് അടച്ചിടുവാണെങ്കിൽ അപ്പൊ അവിടെ നഷ്ടം വരും. ഇപ്പൊ എക്സ്റേ എടുക്കുന്ന ഡിപ്പാർട്ട്മെന്റ്, അവിടുത്തെ സ്കാനേഴ്സ് ഒക്കെ, റേഡിയോളജിയില് സ്കാനേഴ്സ് ഒക്കെ 2-3 സ്കാനർ കംപ്ലൈന്റ് ആണ്, അത് ചീത്തയാണ്, അതിന്റെ സ്കാൻ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഏരിയ അടച്ചിടുകയാണെങ്കിൽ അവിടെ ഹോസ്പിറ്റലിന് നഷ്ടം വരൂലേ. ഇപ്പൊ ഒരാഴ്ച അടച്ചിട്ടു എന്ന് വിചാരിക്കുക, മെയിൻ്റനൻസ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാഴ്ച റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ആ റൂം അവിടെ അടച്ചിട്ടു എന്ന് വിചാരിക്കുക. സപ്പോസ് ഇങ്ങനെ സംഭവിക്കൂല ഒരിക്കലും, എങ്കിൽ പോലും അങ്ങനെ വെക്കുകയാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, അപ്പൊ ആ ഒരാഴ്ച ഹോസ്പിറ്റലിൽ വരുന്ന സ്കാനിങ് ഒക്കെ വേറെ സ്ഥലത്തേക്ക് പോകൂലേ, അപ്പൊ ആ ഒരാഴ്ച അവിടെ അടച്ചിടുമ്പോഴുള്ള ഒരു നഷ്ടം വരുമല്ലോ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ലോസ് ഓഫ് യൂട്ടിലൈസേഷൻ, അത് ഉപയോഗിക്കാതെ ഇരിക്കുമ്പോഴുള്ള നഷ്ടം. ഇനി നെക്സ്റ്റ് നോക്കിയേ, നെറ്റ് റിഡക്ഷൻ ഇൻ ഇഫക്റ്റീവ് ലൈഫ് ഓഫ് പ്രോപ്പർട്ടി ആൻഡ് എക്യുപ്മെന്റ്. ഓവറോൾ റിഡക്ഷൻ, നെറ്റ് റിഡക്ഷൻ എന്ന് വെച്ചാൽ ഓവറോൾ മൊത്തത്തിലുള്ള റിഡക്ഷൻ ഇൻ എഫക്റ്റീവ് ലൈഫ് ഓഫ് പ്രോപ്പർട്ടി ആൻഡ് എക്യുപ്മെന്റ്. വസ്തുക്കളുടെയും ഉപകരണങ്ങളുടെയും ഫലപ്രദമായിട്ടുള്ള ആയുസ് കുറയില്ല. ഇപ്പൊ നമ്മളിപ്പോ ഒരു 10 വർഷം ഉപയോഗിക്കാവുന്നതാണ്, 2-3 വർഷം നമ്മളത് 1-2 വർഷം നമ്മളത് ഒന്നും ചെയ്യാതെ അവിടെ എന്താ പറയാ അങ്ങനെ ഇട്ടു എന്ന് വിചാരിക്കുക. അപ്പൊ അതിന്റെ ആ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 10 വർഷം ഉപയോഗിക്കാവുന്നത് 2 വർഷം നമ്മൾ ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ 8 വർഷമല്ലേ പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ അതിന്റെ ആയുസ് കുറയും. അത്രയും വർഷം ഇപ്പൊ പ്രോപ്പറായിട്ട് മെയിൻ്റനൻസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ 11 വർഷം വേണമെങ്കിൽ വരെ ഉപയോഗിക്കാം. ഇതിപ്പോ മെയിൻ്റനൻസ് വർക്കും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്തില്ലെങ്കിൽ അത് ചിലപ്പോൾ 8 വർഷമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ആ ഒരു നഷ്ടം വരാം. വസ്തുക്കളുടെയും ഉപകരണങ്ങളുടെയും ഫലപ്രദമായിട്ടുള്ള ആയുസ് കുറയില്ല. ഇത്രയും നാൾ ഉപയോഗിക്കാവുന്ന ഒരു മെഷീൻ ആയിരുന്നു, പക്ഷെ പ്രോപ്പറായിട്ട് മെയിൻ്റനൻസ് ചെയ്തില്ലാത്തതുകൊണ്ട് നമുക്ക് 1 വർഷം ആയുസ് കുറവാണ്. 9 വർഷമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എന്നാൽ പ്രോപ്പറായിട്ട് മെയിൻ്റനൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ 10 വർഷം എന്നുള്ളത് വേണമെങ്കിൽ 1 വർഷം കൂടിയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ അങ്ങനെ ആ പ്രോപ്പർട്ടി എക്യുപ്മെന്റിലൊക്കെ ഉണ്ടാകുന്ന ഫലപ്രദമായിട്ടുള്ള നെറ്റ് റിഡക്ഷൻ, ഓവറോൾ റിഡക്ഷൻ, ആയുസ് കുറയില്ല. ഇതൊക്കെ മെയിൻ്റനൻസ് ചെയ്യാതിരിക്കുമ്പോൾ വരുന്ന ഷോർട്ടേജുകളാണ്. ക്ലിയർ ആയോ? 4 പോയിന്റ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഈ മെഷീൻസുകൾ എക്യുപ്മെന്റ്സ് ഒക്കെ നമ്മൾ പ്രോപ്പർ ആയിട്ട് മെയിൻ്റെനൻസ് ചെയ്തില്ലെങ്കിൽ പേഷ്യന്റിന്റെ സേഫ്റ്റി സെക്യൂരിറ്റിക്കൊക്കെ റിസ്ക് ആണ്, മോശമാണ്. പിന്നെ അത് ലോസ് ഓഫ് യൂട്ടിലൈസേഷൻ, ഉപയോഗിക്കാതിരിക്കുമ്പോഴുള്ള നഷ്ടം, ഫെയിലിയർ കാരണം എന്തെങ്കിലും ഇത് മെഷീന്റെ കംപ്ലീറ്റ് കാരണം ഉപയോഗിക്കാതിരിക്കുമ്പോഴുള്ള നഷ്ടം. പിന്നെ അതുപോലെ തന്നെ അതിന്റെ ഒപ്പം തന്നെ പറയാം, നമുക്ക് റിപ്പയറിന് വേണ്ടിയിട്ട് ആ ഒരു ഡിപ്പാർട്ട്മെന്റ് അടച്ചിട്ട് കഴിഞ്ഞാൽ അപ്പോഴുണ്ടാകുന്ന നഷ്ടം. പിന്നെ അടുത്താണ് ലോസ് ഓഫ് ഗുഡ് വിൽ, അത് പറഞ്ഞില്ലല്ലോ. 3rd പോയിന്റ്, ലോസ് ഓഫ് ഗുഡ് വിൽ വാർണിംഗ് ടു ഇൻഎഫിഷ്യൻസി ആൻഡ് ഡിക്ലൈനിങ് സ്റ്റാൻഡേർഡ്സ്. ലോസ് ഓഫ് ഗുഡ് വിൽ, എന്ന് പറഞ്ഞാൽ എന്താ? നല്ല ഇഷ്ടം, ആ ഹോസ്പിറ്റലിനോടുള്ള നമുക്ക് നല്ല ഇഷ്ടം. വാർണിംഗ് ടു ഇൻഎഫിഷ്യൻസി ആൻഡ് ഡിക്ലൈനിങ് സ്റ്റാൻഡേർഡ്സ്, കാര്യക്ഷമമല്ലാത്തതും നിലവാര തകർച്ചയും ഒക്കെ കാരണം ആ ഹോസ്പിറ്റലിനോടുള്ള ഒരു ഗുഡ് വില്ല് നഷ്ടപ്പെടുകയാണ്, അല്ലെ? ഒരു ഇപ്പൊ നല്ലൊരു ഹോസ്പിറ്റലാണ്, എല്ലാം കറക്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നതാണ്, പെട്ടെന്നാണ് ആ റേഡിയോളജിയിൽ ഇങ്ങനെ സ്കാനേഴ്സിന് കംപ്ലൈന്റ് ആയ റേഡിയോളജി ആ ഡിപ്പാർട്ട്മെന്റ് തന്നെ നമുക്ക് കുറച്ച് നാളത്തേക്ക് അടച്ചിടേണ്ടി വന്നു എന്ന് വിചാരിക്കാം. അപ്പൊ ഹോസ്പിറ്റലിനോടുള്ള ഒരു നല്ലൊരു ഇഷ്ടം, ആ ഒരു ഗുഡ് വില്ല് അവിടെ നഷ്ടപ്പെടുകയല്ലേ? പറയൂലേ, അവിടെ ചെന്നിട്ട് കാര്യമില്ല, ഹോസ്പിറ്റലിൽ ചെന്നാൽ അവിടെ ഇത് ഡിപ്പാർട്ട്മെന്റ് ക്ലോസ്ഡ് ആണ്, അപ്പൊ എക്സ്റേ എടുക്കണമെങ്കിൽ സ്കാൻ ചെയ്യണമെങ്കിലൊക്കെ വേറെ സ്ഥലത്തേക്ക് പോകേണ്ട വരും. അപ്പൊ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള നല്ലൊരു കാഴ്ച
കാഴ്ചപ്പാട് അതിന് നഷ്ടം വരാം. 4 പോയിന്റ്സ് ക്ലിയർ ആണോ? നോക്കിയേ, വായിച്ച് കുറച്ചേ പറയാൻ പറ്റുള്ളൂ നമുക്കത്. നിങ്ങൾ പറയുന്ന പോയിന്റ്സുകൾ ക്ലിയർ ആക്കിയതിന് ശേഷം അടുത്തതിലേക്ക് പോകാനും പറ്റുള്ളൂ. എക്യുപ്മെന്റ്സിന്റെ മെയിൻ്റനൻസ് ചെയ്തിട്ടില്ലെങ്കിൽ വരുന്ന ഷോർട്ടേജുകളാണ് ഈ 4 പോയിന്റ് പറയുന്നത്. 4 പോയിന്റ്സും ക്ലിയർ ആണോ എന്ന് നോക്കട്ടോ. ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയൂ, നമുക്ക് ഒന്നുകൂടി പറഞ്ഞിട്ട് നെക്സ്റ്റ് അടുത്ത ഒരു ഇതിലേക്ക് പോകാം. കിട്ടിയോ? നാല് പോയിന്റ്സും ക്ലിയർ ആണോ? Yes, teacher. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിയേ, ഷാരോണിന് ക്ലിയർ ആണോ? 4 എണ്ണം കിട്ടിയോ? 4 പോയിന്റും കിട്ടിയോ? ക്ലിയർ ആ മിസ്സേ. ഏതാ മനസ്സിലാവാത്തേ? ക്ലിയർ ആ മിസ്സേ. ക്ലിയർ ആണ്. ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം, മെയിൻ്റനൻസ് ഇൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ മെയിൻ്റനൻസ് മസ്റ്റ് ബി ഡൺ ബൈ പ്രോപ്പർ ഇൻസ്റ്റലേഷൻ. അടുത്തത് upkeeping or caring and repair, periodic cleaning and checking on preventive maintenance, record keeping, procurement of spares. Okay, maintenance in hospital. ഹോസ്പിറ്റലിലെ മെയിൻ്റനൻസ് ഇങ്ങനെ മസ്റ്റ് ബി ഡൺ ബൈ, ഏത് വഴി ചെയ്യണം? ഏത് വഴിയാ ചെയ്യണ്ടേ? പ്രോപ്പർ ഇൻസ്റ്റലേഷൻ സ്ഥാപിക്കുക, ഇൻസ്റ്റോൾ ചെയ്യുക, ഇൻസ്റ്റലേഷൻ ചെയ്യണം. രണ്ടാമത്തെ അപ്പ് കീപ്പിംഗ്, കെയറിംഗ് ആൻഡ് റിപ്പേഴ്സ്, കെയറിംഗ് കൊടുക്കണം, റിപ്പേഴ്സ് ചെയ്യണം. പീരിയോഡിക് ക്ലീനിങ്, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ക്ലീനിങ് നടത്തണം, പീരിയോഡിക് ക്ലീനിങ്. ആൻഡ് ചെക്കിംഗ് ഓൺ പ്രിവെന്റീവ് മെയിൻ്റനൻസ് ചെക്ക് ചെയ്യണം. പ്രിവെന്റീവ് മെയിൻ്റനൻസ് കാര്യങ്ങൾ എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ട് ചെയ്യുന്നില്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യണം, അത് ചെക്ക് ചെയ്യണം. ഓക്കെ, പീരിയോഡിക് ക്ലീനിങ് ആൻഡ് ചെക്കിംഗ് ഓൺ പ്രിവെന്റീവ് മെയിൻ്റനൻസ്. നെക്സ്റ്റ് ഫോർത്ത് വൺ ആണ് റെക്കോർഡ് കീപ്പിംഗ്. അത് പ്രോപ്പർ ആയിട്ടുള്ള റെക്കോർഡുകൾ കീപ്പ് ചെയ്യണം. പിന്നെ അടുത്താണ് പ്രൊക്യൂർമെന്റ് ഓഫ് സ്പെയറുകളുടെ സംഭരണം. അതാണ് പ്രൊക്യൂർമെന്റ്. എക്സ്ട്രാ സ്പെയർസിന്റെ സംഭരണം ഹോസ്പിറ്റൽ മെയിൻ്റനൻസിൽ വരുന്ന പോയിന്റ്സ് ആണ്. ഇനി അടുത്തത് നോക്കിയേ, എ എന്ന് പറയുന്നത് യൂട്ടിലൈസേഷൻ ഓഫ് എക്യുപ്മെന്റ്. അല്ലല്ലോ, ഇനിയിപ്പോ എത്രാമത്തെ നമുക്ക് പറയണ്ടേ പോയിന്റ്സ് നോക്കി? യൂട്ടിലൈസേഷൻ. സി മെയിൻ്റനൻസ് പറഞ്ഞു, ബി പർച്ചേസിംഗ് പറഞ്ഞു, ഡി നോക്കിയ യൂട്ടിലൈസേഷൻ. ഹോസ്പിറ്റൽ എക്യുപ്മെന്റ് മാനേജ്മെന്റിന്റെ ഓരോന്നാണ് ഡീറ്റെയിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മുടെ പ്ലാനിങ് ഫോർ ദ എക്യുപ്മെന്റ് പറഞ്ഞു, അതിന് 9 സ്റ്റെപ്സ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അടുത്തത് പർച്ചേസിംഗ് ഓഫ് എക്യുപ്മെന്റ്. ബി പർച്ചേസിംഗ് ഓഫ് എക്യുപ്മെന്റ് അല്ല, അതിനാണ് 9 സ്റ്റെപ്പ്. പ്ലാനിങ് പ്ലസ് പറഞ്ഞേ ഉള്ളൂ നമ്മള്. ബി പർച്ചേസിംഗ് ഓഫ് എക്യുപ്മെന്റിന് 9 സ്റ്റെപ്സ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അടുത്താണ് മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെന്റ് പറഞ്ഞു. ഫോർത്ത് വൺ ആണ് യൂട്ടിലൈസേഷൻ ഓഫ് എക്യുപ്മെന്റ്. യൂട്ടിലൈസേഷൻ ഓഫ് എക്യുപ്മെന്റ്. Utilization has to be 80 to 90%. എത്ര ഇത് യൂട്ടിലൈസ് ചെയ്യാം? 80 to 90% യൂട്ടിലൈസേഷൻ നടത്താം. നോ അണ്ടർ ഓവർ യൂട്ടിലൈസേഷൻ. അതിന്റെ കീഴിലോ അല്ലെങ്കിൽ ഓവർ യൂട്ടിലൈസേഷനോ പറ്റില്ല. നോ അണ്ടർ ഓവർ യൂട്ടിലൈസേഷൻ. ഓക്കെ, യൂട്ടിലൈസേഷൻ വെച്ചാൽ 80 to 90% യൂട്ടിലൈസേഷൻ നമ്മൾ ചെയ്യണം എക്യുപ്മെന്റിന്റെ. അത് ഓവർ ഇപ്പൊ 80-90% യൂട്ടിലൈസ് ചെയ്താൽ കുറച്ച് ആളുകൾ യൂട്ടിലൈസ് ചെയ്യാൻ ഉപയോഗിക്കാന്നുള്ളത് പറ്റില്ല. ഓവർ യൂട്ടിലൈസേഷനോ അല്ലെങ്കിൽ കുറച്ച് അണ്ടർ യൂട്ടിലൈസേഷനോ പാടില്ല. നോ അണ്ടർ ഓർ ഓവർ യൂട്ടിലൈസേഷൻ. യൂട്ടിലൈസേഷൻ ഹാസ് ടു ബി എത്ര പെർസെന്റേജ് യൂട്ടിലൈസ് ചെയ്യാന്ന് പറഞ്ഞേ? ഓരോ മെറ്റീരിയൽസും എക്യുപ്മെന്റ്സും എത്ര ശതമാനം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം, ഉപയോഗിക്കാം? എത്ര പെർസെന്റേജ് യൂസ് ചെയ്യാം? Utilization has to be 90%. 80 to 90% യൂട്ടിലൈസ് ചെയ്യാം.
യൂട്ടിലൈസേഷൻ നടത്താം. നോ അണ്ടർ ഓർ ഓവർ യൂട്ടിലൈസേഷൻ, അതിന് കുറവോ കൂടുതലോ യൂട്ടിലൈസ് ചെയ്യാൻ പാടില്ല. നെക്സ്റ്റ് ബി നോക്കിയേ, ഡിസ്കാർഡിംഗ് ഓഫ് എക്യുപ്മെന്റ്. ഡിസ്കാർഡിംഗ് എക്യുപ്മെന്റ്സിന്റെ ഡിസ്കാർഡ് ചെയ്യാന്ന് വെച്ചാൽ ഉപേക്ഷിക്കുക അല്ലെ, ഓഫ് എക്യുപ്മെന്റ് ആ സ്ക്രാപ്പ് ഐറ്റം ഫോർ റീസെല്ലിംഗ് ആൻഡ് ഗിവിംഗ് ഫ്രീ ടു സ്മോൾ ഹോസ്പിറ്റൽസ്. ഇനി ഇത് ഉപേക്ഷിക്കുന്നത് എങ്ങനെയാണ് നോക്കിയേ, ആ സ്ക്രാപ്പ് ഐറ്റം ഫോർ റീസെല്ലിംഗ്, അത് റീസെല്ലിംഗ് നടക്കുക, സ്ക്രാപ്പുകൾ നമുക്ക് റീസെല്ല് നടക്കാം. ആൻഡ് അല്ലെങ്കിലോ ഗിവിംഗ് ഫ്രീ ടു സ്മോൾ ഹോസ്പിറ്റൽ, ചെറിയ ചെറിയ ഹോസ്പിറ്റലുകൾക്ക് അത് ഫ്രീ ആയിട്ടും കൊടുക്കാം. അപ്പൊ അത് വെറുതെ നശിപ്പിച്ച് കളയണ്ടല്ലോ എക്യുപ്മെന്റ്സുകൾ. അപ്പൊ നമുക്ക് വീണ്ടും റീസെല് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ആ സ്ക്രാപ്പ് ഐറ്റംസ് അങ്ങനെ റീസെല് ചെയ്യാം. പിന്നെ നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, ഒരു ചെറിയ ഇതൊക്കെ മാത്രമാണെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ ഹോസ്പിറ്റൽസിലും കൊടുക്കാൻ പറ്റും. ഇതാണ് ഡിസ്കാർഡിംഗ് ഓഫ് എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. ഡിസ്കാർഡ് ചെയ്യുന്നത്, എക്യുപ്മെന്റ് ഡിസ്കാർഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഗിവിംഗ് ഒന്നില്ലെങ്കിൽ സ്ക്രാപ്പ് ഐറ്റംസ് ഫോർ റീസെല്ലിങ്ങിനായിട്ടുള്ള സ്ക്രാപ്പ് ഐറ്റം ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഗിവിംഗ് ഫ്രീ ടു സ്മോൾ ഹോസ്പിറ്റൽസ്, ചെറിയ ചെറിയ ഹോസ്പിറ്റലുകൾക്ക് ഫ്രീ ആയിട്ട് ഈ എക്യുപ്മെന്റ് കൊടുക്കാം. ഇനി അടുത്തത് പഠിക്കാനുള്ളത്, ഇത് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്യുക. പ്രൈം ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡിനറി പർച്ചേസ് ആൻഡ് ക്യാപിറ്റൽ പർച്ചേസ്. ഓക്കെ, ഓർഡിനറി സാധാരണ എക്യുപ്മെന്റ്സുകളൊക്കെ പർച്ചേസ് ചെയ്യുന്നതാണ് ഓർഡിനറി പർച്ചേസ് എന്ന് പറഞ്ഞാൽ. ക്യാപിറ്റൽ പർച്ചേസ് എന്ന് പറഞ്ഞ ഏതാണ്, ക്യാപിറ്റൽ. ഇത് കറക്റ്റ് ചെയ്യട്ടോ, CAPITAL, ക്യാപിറ്റൽ, CAPITAL, ക്യാപിറ്റൽ പർച്ചേസ്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞത് ഇടയ്ക്കിടയ്ക്ക് വാങ്ങുന്നതാണ്, വില കൂടിയതാണ്, ഹോസ്പിറ്റലിലെ ഫിക്സ്ഡ് അസേർട്ട് ആണെന്ന് പറഞ്ഞു ക്യാപിറ്റൽ എക്യുപ്മെന്റ്. അപ്പൊ സാധാരണ ഇങ്ങനെ വാങ്ങുന്നതും ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യുന്നതും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ് പറഞ്ഞേക്കുന്നത്. പ്രൈം ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡിനറി പർച്ചേസ് ആൻഡ് ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ്. പിന്നെ നോക്കിയേ, എക്സ്റ്റെന്റ് ഓഫ് നെഗോഷിയേഷൻ. നെഗോഷിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്, നെഗോഷിയേഷൻ എന്താ, വാട്ട് ഈസ് നെഗോഷിയേഷൻ? മലയാളം എന്താ, വേർഡിന്റെ മീനിങ് എന്താ നെഗോഷിയേഷൻ എന്ന് പറഞ്ഞ? നെഗോഷിയേഷൻ മാറ്റങ്ങൾ പറഞ്ഞേ, മലയാളം വേർഡ് ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞല്ലോ, നെഗോഷിയേഷൻ. ഷാരോൺ ഓർമ്മയുണ്ടോ? ചർച്ചയാണ് നെഗോഷിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആ സ്റ്റെപ്പുകൾ പറഞ്ഞല്ലോ, അതിനകത്ത് വരുന്നില്ലേ, ചർച്ച ചെയ്യണം. നെഗോഷിയേഷൻ ഫേസ് ഉണ്ട് അവിടെ. ചർച്ച ചെയ്തിട്ടാണ് നമുക്ക് അത് പല എക്യുപ്മെന്റുകളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിൽ നിന്നൊക്കെയാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് ഏതാണ് നമുക്ക് ആപ്റ്റ് എന്നുള്ളതൊക്കെ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ എക്സ്റ്റെൻസ് ഓഫ് നെഗോഷിയേഷൻ ചർച്ചയുടെ നീളല് ഹൈ ഇൻ ക്യാപിറ്റൽ എക്യുപ്മെന്റ്. ഒരു വലിയ വില കൂടിയ സാധനം മേടിക്കണമെങ്കിൽ നമ്മൾ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യും, അല്ലെങ്കിൽ ഒന്നോടെ ആഴത്തിൽ നമ്മൾ നോക്കും അല്ലെ. ആറ്റ് ലോ ഇൻ ഓർഡിനറി പർച്ചേസ്. ഓർഡിനറി പർച്ചേസിൽ കുറച്ച് മതി, ഒരുപാട് ഒരു ചെറിയൊരു സാധനം, ഇപ്പൊ ഒരു 10 രൂപയുടെ സാധനം മേടിക്കണം എന്ന് വിചാരിക്കാം നിങ്ങൾക്ക്. അപ്പൊ ഷാരോണിന് ഒരു 10 രൂപയുടെ സാധനം മേടിക്കണം. അപ്പൊ നിങ്ങൾ 3 പേരും കൂടെ ഒന്ന് ചർച്ച ചെയ്യുക, അതിനെ കുറിച്ചുള്ള സാധനം, അതിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിന്റെ ഉപയോഗം, അതുമായിട്ട് നിങ്ങൾ ചർച്ച ചെയ്തു. നിങ്ങൾ ഒരു 10 രൂപയുടെ വില സാധനം മേടിക്കാനായിട്ട് ഒരുപാട് നേരം നിങ്ങൾക്ക് അത് ഒന്ന് ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഡിസ്കസ് ചെയ്യണോ? നമ്മൾ ഇപ്പൊ പോയാലും അല്ലെങ്കിൽ ഇതാണെങ്കിൽ നമ്മൾ വിചാരിക്കുമോ 10 രൂപയല്ലേ ഉള്ളൂ എന്നുള്ള ഒരു പൈസകളെ. എന്നാൽ 1,00,000 രൂപയുടെ ഒരു സാധനമാണ് നിങ്ങൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടിയും അതൊന്ന് ഡിസ്കസ് ചെയ്യും ഇല്ലേ? അത് നമ്മൾ 1,00,000 രൂപയല്ലേ പോട്ടെ എന്ന് വിചാരിക്കാൻ പറ്റൂല്ലോ അല്ലെ. അപ്പൊ അങ്ങനെ വില കൂടിയ സാധനങ്ങള് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ എന്താ, ആ ചർച്ച, ആ നെഗോഷിയേഷന്റെ എക്സ്റ്റെന്റ് എന്ത് ചെയ്യുന്നു, ഹൈ കൂടും. മനസ്സിലായോ? ഡിഫറൻസ് മനസ്സിലാക്കണം. ക്യാപിറ്റൽ പർച്ചേസിലാണെങ്കിൽ എക്സ്റ്റെൻസ് ഓഫ് നെഗോഷിയേഷൻ ഹൈ ആയിരിക്കും, ആ ചർച്ചയുടെ നീളല് കൂടും. എന്നുവെച്ചാൽ വില കൂടിയ സാധനം നമ്മൾ വാങ്ങണത്. അപ്പൊ അത് ഇപ്പൊ നമ്മള് വെറുതെ കളയാൻ പറ്റില്ല. അപ്പൊ അല്ലെങ്കിൽ ചീത്തയായാലും പോട്ടെ എന്ന് വിചാരിക്കാനും പറ്റില്ല.
ഒരു ഫിക്സ്ഡ് ആണ്, അത് ഫിക്സ്ഡ് അസറ്റ് ആണ്, സ്ഥിര ആസ്തികളാണ്. എപ്പോഴും അല്ലെങ്കിൽ ഇന്ന് മേടിച്ചു കുഴപ്പമില്ല 2 ദിവസം കഴിഞ്ഞ് മേടിക്കാന്നും പറയാൻ പറ്റില്ല. ഇടയ്ക്കിടയ്ക്ക് മേടിക്കുന്നതല്ല ക്യാപിറ്റൽ എക്യുപ്മെന്റ്. അതിപ്പോ ഒരു കുറെ വർഷത്തേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് പർച്ചേസ് ചെയ്യുമ്പോൾ നെഗോഷിയേഷൻ എങ്ങനെയായിരിക്കും? എക്സ്റ്റെൻഡ്, കുറച്ചും കൂടി നല്ല ആഴത്തിലുള്ള ചർച്ചകളായിരിക്കും. എന്നാൽ ഈ ഓർഡിനറി പർച്ചേസിനെ സംബന്ധിച്ച് അത്രയും ഒരു ഇത് വേണ്ട. ലോ ഇൻ ഓർഡിനറി പർച്ചേസ്. അത് ക്ലിയർ ആയോ? അതിന്റെ ഫസ്റ്റത്തെ പോയിന്റ് ക്ലിയർ ആയോ? എക്സ്റ്റെൻസ് ഓഫ് നെഗോഷിയേഷൻ, ചർച്ചയുടെ നീളല് ക്യാപിറ്റൽ എക്യുപ്മെന്റിൽ ഹൈ ആയിരിക്കും, ഓർഡിനറി പർച്ചേസിൽ ലോ ആയിരിക്കും. ക്ലിയർ ആണോ? നെക്സ്റ്റ് നോക്കിയേ, ലീഡ് ടൈം റിക്വയർമെന്റ്. അതിന് ലീഡ് ആവശ്യമായിട്ടുള്ള ടൈം, ലീഡ് ടൈം റിക്വയർമെന്റ്, ടൈം ബിറ്റ്വീൻ ദ ഇനിഷ്യേഷൻ ആൻഡ് കംപ്ലീഷൻ ഓഫ് എ പ്രൊഡക്ഷൻ പ്രോസസ്. അതിനാണ് ലീഡ് ടൈം എന്ന് പറയുന്നത്. ഈ ആരംഭിക്കുന്ന മുതൽ അത് കംപ്ലീറ്റ് ആവുന്നത് വരെ എടുക്കുന്ന ടൈം, ലീഡ് ടൈം. ഹൈ ഇൻ ക്യാപിറ്റൽ പർച്ചേസ്, ക്യാപിറ്റൽ പർച്ചേസിൽ ഹൈ ആയിരിക്കും, ലീഡ് ടൈം എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. ആൻഡ് ലോ ഇൻ ഓർഡിനറി പർച്ചേസ്, ഓർഡിനറി പർച്ചേസിൽ ലീഡ് ടൈം എന്ന് പറയുന്നത് ലോ ആയിരിക്കും, കുറച്ച് മതി. ഇനിഷ്യേഷൻ മുതൽ ആ പ്രൊഡക്ഷൻ പ്രോസസ്സ് അത് കംപ്ലീറ്റ് ചെയ്യുന്ന വരെ എടുക്കുന്ന ടൈമാണ് ലീഡ് ടൈം എന്ന് പറയുന്നത്. ക്യാപിറ്റലിൽ കൂടുതലായിരിക്കും, ഓർഡിനറി പർച്ചേസിൽ അത് കുറവായിരിക്കും, ലോ ആയിരിക്കും. സൈസ് ഓഫ് എക്സ്പെൻഡിച്ചർ, സൈസ് ഓഫ് എക്സ്പെൻഡിച്ചർ എങ്ങനെയാ? വെരി ഹൈ ഇൻ ക്യാപിറ്റൽ എക്യുപ്മെന്റ്, ഹൈ ആയിരിക്കും. എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ചിലവ്. സൈസ് ഓഫ് എക്സ്പെൻഡിച്ചർ, അതിന്റെ ചിലവ് എങ്ങനെയായിരിക്കും? വെരി ഹൈ ഇൻ ക്യാപിറ്റൽ എക്യുപ്മെന്റ്, ക്യാപിറ്റൽ എക്യുപ്മെന്റിന് വളരെ കൂടുതലായിരിക്കും. ഓക്കെ, സൈസ് ഇൻ എക്സ്പെൻഡിച്ചർ, ചെലവ് വെരി ഹൈ ഇൻ ക്യാപിറ്റൽ എക്യുപ്മെന്റ്. ഓക്കെ, അവൈലബിലിറ്റി ഓഫ് സോഴ്സസ്. ഇനി സോഴ്സ് ലഭ്യത എങ്ങനെയാണ്? അവൈലബിലിറ്റി വെരി ലോ ഇൻ ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ്, ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസിൽ വളരെ ലോ ആയിരിക്കും, സോഴ്സ് വളരെ ലോ ആയിരിക്കും. എന്നുവെച്ചാൽ ഒരുപാട് വിലയുള്ള സാധനം ആയതുകൊണ്ട് ഒരുപാട് സോഴ്സ് ഉണ്ടാവില്ല, അപ്പൊ സോഴ്സ് കുറവായിരിക്കും. ഇതിന്റെ ഓപ്പോസിറ്റ് അപ്പുറത്തെ എഴുതാട്ടെ നമുക്ക്. ഓർഡിനറി പർച്ചേസിൽ ഹൈ ആയിരിക്കും, ഏതാണ് ഹൈ ആയിരിക്കും, ഒരുപാട് സോഴ്സുകൾ ഉണ്ടാവും അവിടെ. പിന്നെ സൈസ് ഓഫ് എക്സ്പെൻഡിച്ചർ, ചിലവാണെങ്കിൽ വെരി ഹൈ ഇൻ ക്യാപിറ്റൽ എക്യുപ്മെന്റ് ആൻഡ് ലോ ഇൻ ഓർഡിനറി പർച്ചേസ്, അങ്ങനെ എഴുതാം നമുക്ക്. അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഓരോന്ന് നോക്കാം. 4 പോയിന്റ്സ്. എക്സ്റ്റെൻസ് ഓഫ് നെഗോഷിയേഷൻ എങ്ങനെയാണ്? ലീഡ് ടൈം റിക്വയർമെന്റ് എങ്ങനെയാണ്? സൈസ് ഓഫ് എക്സ്പെൻഡിച്ചർ, ചിലവ് എങ്ങനെയാണ്? അവൈലബിലിറ്റി ഓഫ് സോഴ്സസ്, സോഴ്സിന്റെ ലഭ്യത എങ്ങനെയാണ്? വെരി ലോ ഇൻ. അപ്പൊ അതിനകത്ത് ഇങ്ങനെ എക്സാമിന് ചോദിക്കാറുണ്ട്, എക്സ്റ്റെൻസ് ഓഫ് നെഗോഷിയേഷൻ ഡാഷ് ഇൻ ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ്, ലോ ആണോ ഹൈ ആണോ മീഡിയം ആണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ വരും. അപ്പൊ അത് ഓരോന്നും മനസ്സിലാക്കി വെക്കുക. വേഗം നോക്കി 4 പോയിന്റ്. വായിച്ചു നോക്കാൻ പറയുമ്പോൾ വേഗം ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. എല്ലാവരും വായിച്ചു നോക്കാൻ. ഏതെങ്കിലും പോയിന്റ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടി ക്ലിയർ ചെയ്തിട്ട് അടുത്തത് പറയാം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഷാരോൺ മനസ്സിലായോ? 4 പോയിന്റ് മനസ്സിലായി മിസ്സേ. ഓക്കെ. തുഷാരൊക്കെയോ ക്ലിയർ ആണോ? ഡിഫറൻസ് എന്താണ്? ഓർഡിനറി പർച്ചേസിന്റെ ക്യാപിറ്റൽ പർച്ചേസ് എക്യുപ്മെന്റ് പർച്ചേസിന് തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? ഓക്കെ. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് 3 ways to obtain an item to an organization. ഏതൊക്കെയാണ് 3 മാർഗങ്ങൾ? ഒരു ഓർഗനൈസേഷനിൽ ഒരു ഐറ്റം എടുക്കണമെങ്കിലുള്ള 3 മാർഗങ്ങൾ ഏതൊക്കെയാണ്? 3 ways to obtain an item to an organization. ഒരു ഓർഗനൈസേഷനിൽ ഐറ്റംസ് നമ്മൾ എടുക്കണമെങ്കിൽ, ഒബ്റ്റെയിൻ ചെയ്യണമെങ്കിൽ ഉള്ള മാർഗങ്ങൾ.
അപ്പൊ ഒന്നാമത്തെ ഒരു എക്യുപ്മെന്റ് നമ്മൾ വാങ്ങണമെങ്കിൽ ഒന്നാമത്തെ നോക്കിയ പർച്ചേസിങ് ഓഫ് ന്യൂ എക്യുപ്മെന്റ്. ഒന്നില്ലെങ്കിൽ നമുക്ക് പുതിയത് വാങ്ങാം. ഓക്കെ, ഒരു പുതിയ എക്യുപ്മെന്റ് നമുക്ക് വാങ്ങാം. പുതിയ സാധനം, പുതിയ നല്ല വില കൊടുത്ത് പുതിയ എക്യുപ്മെന്റ് വാങ്ങാം. അല്ലെങ്കിൽ നോക്കിയേ രണ്ടാമത്തെ എങ്ങനെയാ, പർച്ചേസിങ് ഓഫ് യൂസ്ഡ് ഓർ ഓൾഡ് എക്യുപ്മെന്റ്. യൂസ് ചെയ്തത്, സെക്കൻഡ് ഹാൻഡ് എന്ന് നമ്മൾ പറയൂലേ, കുറച്ച് നാള് വേറെ ഹോസ്പിറ്റലുകളൊക്കെ ആണെങ്കിൽ ഉപയോഗിച്ച സാധനങ്ങൾ, അങ്ങനെ പഴയത് വാങ്ങാം. ഉപയോഗിച്ചതോ അല്ലെങ്കിൽ ഓൾഡ് എക്യുപ്മെന്റ്, പഴയ എക്യുപ്മെന്റ് വാങ്ങാം. അതിന് ഫ്രഷേഴ്സിന്റെ അത്രയും പൈസ വരുമോ? സെക്കൻഡ് ഹാൻഡ് ഐറ്റംസിന് ഫ്രഷിന്റെ അത്രയും വരുമോ? വില വരുമോ? യൂസ്ഡ് ഐറ്റംസ് ആണെങ്കിൽ വരുമോ? ഇല്ലല്ലോ, കുറവായിരിക്കൂലേ? കുറച്ചും കൂടി കുറവായിരിക്കും നമുക്ക്. അല്ലെങ്കിൽ ഓൾഡ് എക്യുപ്മെന്റ് പുതിയതിനെ വെച്ച് നോക്കുമ്പോൾ പഴയ സാധനങ്ങൾക്ക് ഇങ്ങനെ പഴയ എക്യുപ്മെന്റ് കുറച്ചും പൈസ കുറവായിരിക്കും. അപ്പൊ നമുക്ക് ഒന്നില്ലെങ്കിൽ പുതിയ എക്യുപ്മെന്റ് ആയിട്ട് വാങ്ങാം, അല്ലെങ്കിൽ ഉപയോഗിച്ചത് അല്ലെങ്കിൽ ഓൾഡ് പഴയ എക്യുപ്മെന്റ് വാങ്ങാം, പർച്ചേസ് ചെയ്യാം. ഇനി അടുത്ത തേർഡ് വണ്ണാണ് ബൈ ലീസിങ്. ലീസിങ് എന്ന് പറഞ്ഞാൽ എന്താ? ലീസിങ് വാടകയ്ക്ക് എടുക്കാം, റെന്റിന് എടുക്കാം, ഓക്കെ, അല്ലെങ്കിൽ പാട്ടത്തിന്റെ എടുക്കാം, വാടകയ്ക്ക് എടുക്കാം. ബൈ ലീസിങ് ഇത്ര നാളത്തേക്ക്, ഇപ്പൊ ഒരു മാസത്തേക്ക് ഈ എക്യുപ്മെന്റ് നമ്മൾ ഇത്ര രൂപ എമൗണ്ടിന് ലീസിങ് എടുക്കാം, വാടകയ്ക്ക് എടുക്കാം. നമ്മൾ വീട്ടിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ അങ്ങനെ എടുക്കാറുണ്ടോ? റെന്റിന് എടുക്കാറുണ്ടോ? ലീസിങ്ങിന് എടുക്കാറുണ്ടോ? വാടകയ്ക്ക് എടുക്കാറുണ്ടോ? ഉണ്ടോ? എല്ലാ സാധനങ്ങളും വീട്ടിൽ തന്നെ ഉണ്ടോ? ആണോ? നമ്മളൊരു ഇപ്പൊ ഒരു മാരേജ് പിന്നെ നോക്കണ്ട കേട്ടോ. ഇപ്പൊ എല്ലാം നമ്മൾ കാറ്ററിംഗുകാരെ ഏൽപ്പിച്ചേക്കുന്നു. ഓഡിറ്റോറിയം നമ്മളത് ഫംഗ്ഷൻ നടത്താനുള്ള ഇത് ഒക്കെ ഓഡിറ്റോറിയം ഒക്കെ നമ്മൾ ബുക്ക് ചെയ്തേക്കും. അപ്പൊ ഒരു മാരേജ് വന്നാലും വേറെ ഒന്നും വേണ്ട. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മളൊരു മാരേജ് കാര്യങ്ങളൊക്കെ വരുമ്പോ എന്തോ ഒരു സാധനങ്ങൾ നമ്മൾ ലീസിങ്ങിന് എടുക്കുന്നത്, വാടകയ്ക്ക് എടുക്കാറില്ലേ? പാത്രങ്ങളടക്കം ഇല്ലേ? എല്ലാ സാധനങ്ങളും വലിയ 10,000 പേർക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന പാത്രങ്ങളൊക്കെ നമ്മുടെ വീട്ടില് അവൈലബിൾ ആണോ? ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ ആ ഒരു ഇതിന് ലീസിംഗ് എന്ന് പറയും. ലീസിംഗ് എന്താന്ന് ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാട്ടോ. ഈ മറന്നു പോകല്ലോ എന്ന് വിചാരിച്ചിട്ട്. ലീസിംഗ് എന്ന് പറഞ്ഞാൽ വാടകയ്ക്ക് എടുക്കുക അല്ലെങ്കിൽ പാട്ടത്തിന് എടുക്കുക എന്നുള്ള മീനിങ്. അപ്പൊ ഈ വലിയ വിലപിടിപ്പുള്ള എക്യുപ്മെന്റ്സുകൾ സാധനങ്ങളൊക്കെ വാങ്ങാൻ ആ ഇതില്ലാത്തവര് വേണമെങ്കിൽ ആ രീതിയിലും എക്യുപ്മെന്റ്സ് എടുക്കാം. വാടകയ്ക്കായിട്ടോ ഇപ്പൊ ഒരു വർഷത്തേക്ക് ഇത്ര രൂപ എന്നുള്ള നിലയിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങനെ 3 മെത്തേഡിലാണ് നമ്മൾ ഹോസ്പിറ്റലില് എക്യുപ്മെന്റ് എടുക്കുന്നത്. ഒന്നാമത്തെ എന്താ? പർച്ചേസിങ് ഓഫ് ന്യൂ എക്യുപ്മെന്റ്, പുതിയതായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാം. ഉപയോഗിച്ചത് അല്ലെങ്കിൽ ഓൾഡ് എക്യുപ്മെന്റ് നമുക്ക് പർച്ചേസ് ചെയ്യാം. ബൈ ലീസിങ്, വാടകയ്ക്ക് എടുക്കാം അല്ലെങ്കിൽ പാട്ടത്തിന് എടുക്കാം. ഓക്കെ, ഇനി നോക്കിയേ, പർച്ചേസിങ് എ ന്യൂ എക്യുപ്മെന്റ്. ഒരു പുതിയൊരു എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കണ്ടേ? To collect the relevant data about the equipment or from the user department. നമ്മളത് എന്താ പറയാ, നമ്മൾ ആ എക്യുപ്മെന്റ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ, പുതിയതായിട്ടുള്ള ഒരു എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണ്ടേ? ടു കളക്ട് ചെയ്യുക, ശേഖരിക്കുക ദ റിലവന്റ് ഡേറ്റ അബൌട്ട് എക്യുപ്മെന്റിനെ കുറിച്ചുള്ള ആ റിലവന്റ് അത്യാവശ്യമായിട്ടുള്ള ഡേറ്റാസ് നമ്മൾ കളക്ട് ചെയ്യണം. ഫ്രം ദ യൂസർ ഡിപ്പാർട്ട്മെന്റ്. അത് യൂസ് ചെയ്ത യൂസർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നമ്മൾ ആ എക്യുപ്മെന്റിന് ആവശ്യമായിട്ടുള്ള അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ സംബന്ധിച്ച് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ, ആ ഡേറ്റാസ് കളക്ട് ചെയ്യണം. രണ്ടാമത്തെ നോക്കിയേ, ടു ഇൻവൈറ്റ് ദ കൊട്ടേഷൻ ഫ്രം ദ സപ്ലയർ. കൊട്ടേഷൻ ഇൻവൈറ്റ് ചെയ്യണം. സപ്ലയർ വിതരണം ചെയ്യുന്ന, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സപ്ലയറിൽ നിന്ന് ഈ കൊട്ടേഷൻ ഇൻവൈറ്റ് ചെയ്യണം. ക്ഷണിക്കണം. ടു ഇൻവൈറ്റ് ദ കൊട്ടേഷൻസ് ഫ്രം ദ സപ്ലയറിൽ നിന്ന് കൊട്ടേഷൻസ് ഇൻവൈറ്റ് ചെയ്യണം. പിന്നെ അടുത്താണ് അസസ്മെന്റ് ഓഫ് ദ കൊട്ടേഷൻ ഓഫ് ദ ബിഡ്സ്. ബിഡ്സ് എന്ന് വെച്ചാൽ ലേലം വിളിക്കുക. അസസ്മെന്റ് ഓഫ് ദ കൊട്ടേഷൻ അസസ് ചെയ്യണം. ഓർ ബിഡ്സ്, അവിടെ ഓർന്നാട്ടോ, ഓർ ബിഡ്സ്, ലേലം വിളിക്കാം അല്ലെങ്കിൽ നമുക്ക് ലേലം വിളിക്കാം. ഇങ്ങനെയൊക്കെ പുതിയ എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യാം, ലേലം വിളിച്ചെടുക്കാം നമുക്ക്. ഓക്കെ, സപ്ലയറിന് കൊട്ടേഷൻസ് ഇൻവൈറ്റ് ചെയ്യാം. ടു ഇൻവൈറ്റ് ദ കൊട്ടേഷൻ ഫ്രം ദ സപ്ലയർ. അങ്ങനെ പുതിയ എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യാം. ഇത് നമ്മുടെ റിലവന്റ് ഡേറ്റ ഫ്രം ദ
ഫ്രം ദ യൂസർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ആവശ്യമായിട്ടുള്ള ഡേറ്റാസ് കളക്ട് ചെയ്യാം. അങ്ങനെ നമുക്ക് എക്യുപ്മെന്റ്സുകൾ പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇതിനകത്ത് ഫാക്ടേഴ്സ് ആണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കിയാൽ മതി എന്തൊക്കെ ഘടകങ്ങളാണ് നമ്മൾ ഈ ഒരു മെറ്റീരിയൽ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കുന്നത്. എക്കണോമിക് ലൈഫ് വരുന്നുണ്ട്. ആ മെഷീന്റെ എക്കണോമിക് ലൈഫ് എങ്ങനെയാണ്, ഫിസിക്കൽ ലൈഫ് എന്താണ്, ടാക്സ് ലൈഫ് എന്താണ്, എക്കണോമിക് ഫോർകാസ്റ്റിംഗ്, പൊട്ടൻഷ്യാലിറ്റി ഇൻ ദ എക്സിസ്റ്റിംഗ് സിസ്റ്റം, എക്കണോമിക് സർവേ ഓഫ് ദ ഇൻവെസ്റ്റ്മെന്റിന്റെ സർവേ, കോസ്റ്റ് കൺസിഡറേഷൻ, initial cost or purchase cost, installation cost, breakdown cost. ഫാക്ടേഴ്സ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഒരുപാട് പഠിച്ചാൽ നമുക്ക് എന്താ പറയാ, ഇങ്ങനത്തെ ഒരു ഇതാണ്. നമുക്ക് വേറെ ഒന്നും നമുക്ക് അത് കൂടുതൽ പറയാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ളത് ഇല്ല. നമ്മള് എന്താ പറയാ, അതുകൊണ്ട് ഇതിനകത്തുള്ള കാര്യങ്ങൾ നിങ്ങൾ വായിക്കുക, അത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ പഠിപ്പിച്ചത് നമ്മൾ നോക്കുക, കുറച്ച് തന്നെ എടുത്തിട്ടുള്ളൂ. ഇവിടെ വരെ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻവോയ്സ് ഓർ ബില്ല് വരെയും കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതായിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞത് മൊത്തത്തിൽ പർച്ചേസിംഗ് പ്രൊസീജിയറിനെ നമ്മൾ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രീ പർച്ചേസിംഗ് സിസ്റ്റം ഉണ്ട്, ഓർഡറിംഗ് സിസ്റ്റം ഉണ്ട്, പോസ്റ്റ് പർച്ചേസിംഗ് സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മളൊരു ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസാ പറഞ്ഞത്. അപ്പൊ എന്തൊക്കെയാണെന്ന് അതിനകത്ത് വരുന്ന 4 പോയിന്റ്സ് നോക്കാം. പിന്നെ ഹോസ്പിറ്റൽ എക്യുപ്മെന്റ് മാനേജ്മെന്റ് കൺസിസ്റ്റ് ഓഫ് 5 പോയിന്റ്. എക്യുപ്മെന്റ് മാനേജ്മെന്റിൽ വരുന്ന 5 പോയിന്റ്സുകൾ അത് നോക്കണം കേട്ടോ. പ്ലാനിങ് ഓഫ് എക്യുപ്മെന്റ്, പർച്ചേസിംഗ് ഓഫ് എക്യുപ്മെന്റ്, മെയിൻ്റെനൻസ് ഓഫ് എക്യുപ്മെന്റ്, യൂട്ടിലൈസേഷൻ ഓഫ് എക്യുപ്മെന്റ്, ഡിസ്കാർഡിംഗ് ഓഫ് എക്യുപ്മെന്റ്. പിന്നെ അതിന്റെ ഓരോ പോയിന്റ്സും ഡീറ്റെയിൽ ആയിട്ട് 5 എണ്ണം നമ്മൾ പറഞ്ഞു. ഓക്കെ, 5 പോയിന്റ്സുകൾ നമ്മൾ പറഞ്ഞു. ഈ വരെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അടുത്തത് വരുന്നത് അതാണ് പ്രൈം ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡിനറി പർച്ചേസ്. ഓർഡിനറി പർച്ചേസും ക്യാപിറ്റൽ പർച്ചേസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അത് ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട് അതിൽ നിന്ന്. ഓക്കെ, അത് നോക്കാം. പിന്നെ നമ്മൾ ഒരു ഐറ്റം നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യണമെങ്കിലുള്ള 3 മാർഗങ്ങൾ ഏതൊക്കെയാണെന്നാ പറഞ്ഞത്. ന്യൂ എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യാം, യൂസ്ഡ് പഴയ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഓൾഡ് വൺ പർച്ചേസ് ചെയ്യാൻ പറ്റും, ബൈ ലീസിങ്. നമുക്ക് ലീസിങ്ങിന് എടുക്കാം. ഇത് വാടകയ്ക്ക് അല്ലെങ്കിൽ പാട്ടത്തിന് എടുക്കാൻ പറ്റും. ഓക്കെ ഓക്കെ, ബാക്കിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ബോറടിച്ചോ? ഈ ഒരു ചാപ്റ്റർ ഇത്തിരി ലെങ്തി ആണ്. കുറച്ചും 2, 3, 4 ക്ലാസ് കൊണ്ട് നമുക്കത് തീർക്കാൻ പറ്റുള്ളൂ. ഒരു ലെങ്തി ചാപ്റ്റർ. ഓക്കെ, അപ്പൊ ഇന്ന് പഠിപ്പിച്ചതൊന്ന് ഇന്ന് വന്നതിനെ ഒന്ന് റീഡ് ചെയ്ത് വെക്കണം കേട്ടോ. എന്നാ ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. Okay. ഓക്കെ, താങ്ക് യു.